Good evening, all. Good evening, ma'am. 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 Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening. Good evening, ma'am. Good evening. Okay. ആരെങ്കിലും റെഡി ആണോ? Good evening, ma'am. Good evening. Message അയച്ചിട്ടുള്ള good evening. Nice song, ma'am. Good evening. Okay. ആരെങ്കിലും prayer റെഡി ആയിട്ടുണ്ടോ? Yes, ma'am. Ready ആയിട്ടുണ്ട് മാഡം. പിന്നെ ഒരാള് നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചു. Yes, ma'am. ഇന്ന് ഒരാൾക്കല്ലേ പറ്റുള്ളൂ. ഒരാൾ തമ്മിൽ തീരുമാനിച്ച് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് മുന്നോട്ട് വന്നോളൂ. നമുക്ക് പ്രേയർ സ്റ്റാർട്ട് ചെയ്യാം. Okay, madam. Oh, what a beautiful nature God has created for us. It provides us the air we breathe, the water we drink, and the food we eat. The nature is so blessed with different kinds of beautiful trees and flowers. I love the beauty of colors in the rainbow, the beauty of flowers and the fields. I love and give thanks to the Almighty for all the magnificent things that He has created. വെരി ഗുഡ്. നാളെ ആരാണെന്ന് ഇന്നേ അങ്ങ് അസൈൻ ചെയ്തു പോയി. അപ്പൊ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. നാളെ ആരാ റെഡി ആയിട്ട് വരാം? ലിബിയ. ഓക്കെ ഓക്കെ. ലിബിയ ആണല്ലേ മറ്റേ PGയുടെ സിലബസ് ചോദിച്ചത്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ചാനലിൽ ഷെയർ ചെയ്താൽ മതിയോ? ക്ലാസ് റൂം ചാനൽ മതി. ഹാഫ് സെഷൻ ആവുമ്പോൾ ഞാൻ എന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് പലർക്കും കിട്ടിയെന്ന് തോന്നുന്നു. എന്നാലും ഓക്കെ, യെസ്, ക്ലാസ് റൂം ചാനൽ ഷെയർ ചെയ്ത എല്ലാവർക്കും കിട്ടും. ഫോൺ നമ്പർ ഞാൻ ഈ ക്ലാസ് പകുതി ആവുമ്പോഴേക്കും മെസ്സേജ് ബോക്സിൽ ഇട്ടേക്കാം. നോട്ട് ചെയ്തിട്ടു. കാരണം കുറച്ച് പേരൊക്കെ ജോയിൻ ആവണല്ലേ ഉള്ളൂ. ഇപ്പൊ 8 മെസ്സേജിന്റെ ഉള്ളിലായി. മനസ്സിലാവുന്നില്ല. എന്തോ? എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ. ഒന്നും കേൾക്കാനും വയ്യ. വിട്ടുവിട്ട് പറയുന്നത് മനസ്സിലാവുന്നില്ല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഞാൻ ക്ലാസിന്റെ ഹാഫ് സെഷൻ ആവുമ്പോ എന്റെ ഫോൺ നമ്പർ
മെസ്സേജിൽ ചാറ്റ് ബോക്സിൽ ഞാൻ ഇട്ടേക്കാം, നോട്ട് ചെയ്തോളൂ. ഇപ്പൊ ഇടുന്നില്ല, കാരണം കുറെ മെസ്സേജ് എങ്ങാനും വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിലായിട്ട്. സോ നമ്മൾ 3 കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ഓർമ്മയുണ്ടോ? അവധിയുടെ ഇടയ്ക്ക് പോയോ? 3 ദിവസം അവധി കിട്ടിയല്ലോ. ഞാൻ ആക്ടിവിറ്റി Health, physical fitness, wellness. ഹലോ, ഗുഡ് ഈവനിങ് മാഡം. യെസ്, ഞാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്തായിരുന്നു. അപ്പൊ മറ്റേ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. അപ്പൊ ക്ലാസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു, നല്ലായിരുന്നു. റെക്കോർഡ് ക്ലാസ് ഇല്ലേ? നിങ്ങൾക്ക് കിട്ടിയില്ലേ? റെക്കോർഡ് ക്ലാസ് കിട്ടിയില്ല. റെക്കോർഡ് ക്ലാസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇന്ന് മോർണിംഗ് ചിലപ്പോ അവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സാറ്റർഡേ. സാറ്റർഡേ ചെയ്തിട്ടുണ്ട്. മെയിലാണ് മെയില്. Record class കിട്ടിയിരുന്നു മാം. ഗുഡ് ഈവനിങ് മാം. ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം ആണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എൻ്റെ പേര് ഗീതു. ഞാൻ റെക്കോർഡിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും കേൾക്കത്തില്ല. മാം മ്യൂട്ട് ചെയ്തിട്ടാ സംസാരിക്കുന്നത്. കേൾക്കുന്നില്ല മാം. മാഡം ഞാൻ മ്യൂട്ടാ, അത് ഞാൻ അറിഞ്ഞില്ല, സോറി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തവര്, റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കാത്തവര് റെക്കോർഡ് ക്ലാസ് കേട്ടോളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു ഇൻട്രോ ആയിരുന്നു. കുറച്ചു നേരെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഇത് 3ഉം കണക്റ്റഡ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാലും ഹെൽത്ത് എന്ന് പറഞ്ഞാലും ബോഡിയുടെ മാത്രമല്ല നമ്മൾ പറയുന്നത്, നമ്മളുടെ മെന്റൽ. ആരും മ്യൂട്ട് ചെയ്തിട്ടില്ല, ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. നമ്മുടെ മെന്റൽ ആയിട്ടുള്ള ഹെൽത്തും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കേട്ടിട്ടില്ലേ, എന്താ പറയാ, കുറെ കോട്ട്സ് അല്ലെങ്കിൽ ഫ്രേസ് ഒക്കെ കേട്ടിട്ടുണ്ട് ഹെൽത്തിനെ കുറിച്ച്. ഏതെങ്കിലും ഓർമ്മയുള്ളത് ആരെങ്കിലും ഒന്ന് പറയാമോ? Health is wealth. യെസ്, ഹെൽത്ത് ഈസ് വെൽത്ത്. അവിടെ എന്തോ ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് ക്ലിയർ ആയി. ഹെൽത്ത് ഈസ് വെൽത്ത്. ഓക്കെ, വേറെ ഏതെങ്കിലും? വേറെന്തെങ്കിലും ഉണ്ടോ? Prevention is better than cure. Prevention is better than cure. Yes, very good. ഞാൻ സോഷ്യലി വെൽ ആയിരിക്കണം. ഹെൽത്ത് സോഷ്യലി വെൽ. ഫ്രേസ് എന്തെങ്കിലും? ഫ്രേസ് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളിങ്ങനെ പറയില്ലേ, ഫ്രേസസ് പറയില്ലേ. ഇപ്പോ ഹെൽത്ത് ഈസ് വെൽത്ത് പറഞ്ഞു, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പറഞ്ഞു. ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. അല്ലേ? പിന്നെ അതിന്റെ കൂടെ ഒരു സെന്റൻസ് കൂടി ഉണ്ടായിരുന്നു. ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, എവറിത്തിങ് ഈസ് ലോസ്റ്റ്. അപ്പൊ നിങ്ങളുടെ അടുത്ത ആക്ടിവിറ്റി, കഴിഞ്ഞ ആക്ടിവിറ്റി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത ആക്ടിവിറ്റി മാക്സിമം കളക്ട് ചെയ്യുക ഫ്രേസസ് റിലേറ്റഡ് ടു ഹെൽത്ത്. നോട്ട്സ് ഇട്ടിട്ടുണ്ടോ? ഇൻ ദ സെൻസ് PDF ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് റൂം ചാനലിൽ ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങൾക്കൊരു റെഫറൻസ് ആണ്. ക്ലാസ്സസിന്റെ നോട്ട്സ്, ലെക്ചർ നോട്ട്സ് നോട്ട് ചെയ്യണം. എന്നിട്ട് അത് ഇലാബറേറ്റ് ചെയ്യുക, കുറച്ചുകൂടെ പോയിന്റ്സ് ആഡ് ചെയ്ത് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, മേ ബി ഒരു ഹാഫ് ആൻ അവർ മതിയാകും അതിന്. ക്ലാസ് അറ്റൻഡ് ചെയ്ത് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് ഞാൻ പറയുന്ന മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ പല പോയിന്റ്സും വരും. അത് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് നോട്ട്സ് നല്ലൊരു ഡേറ്റാബേസ് ആക്കുക.
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആക്ടിവിറ്റി നാളെ ക്ലാസ് റൂമിൽ ഈ ആക്ടിവിറ്റി വരും. കളക്ട് മാക്സിമം ഫ്രേസസ് റിലേറ്റഡ് ടു ഹെൽത്ത്. ഇവിടെ നമ്മൾ കുറെ പറഞ്ഞു. ഹെൽത്ത് ഈസ് വെൽത്ത്, ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്, ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്, ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ലോസ്റ്റ്. പിന്നെ വേറെയും ഉണ്ട്, എന്താ പറയാ, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി അല്ലെ, അതും ഹെൽത്ത് റിലേറ്റഡ് തന്നെയാണ്. മാം പിന്നെ മാം ഒരു ഡൗട്ട്, ചോദിച്ചു. ഈ ആക്ടിവിറ്റീസ് മറ്റേ ക്ലാസ് റൂമിൽ ഇടണ്ട് നമ്മള് സബ്മിറ്റ് ചെയ്യണ്ടേ? അതായത് ഞാൻ പ്രത്യേകം അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. സബ്മിറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയെന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ആ കൊടുക്കുന്നത് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. പറയും ബാക്കി ആക്ടിവിറ്റി എല്ലാം നിങ്ങൾ ചെയ്ത് കയ്യിൽ വെക്കേണ്ടതാണ്. പക്ഷെ സബ്മിറ്റ് ചെയ്യണ്ട എന്ന് കരുതി അത് ചെയ്യാതിരിക്കരുത്. കാരണം ഇറ്റ്സ് ഫോർ യു ഓൺലി, നമുക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നമ്മളുടെ കോഴ്സ് റിലേറ്റഡ് ആണ് എല്ലാം. അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റി ഉണ്ടാവും, സബ്മിറ്റ് ചെയ്യേണ്ടാത്തതും ഉണ്ടാവും. രണ്ടും ഒരേപോലെ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് വൈവ സമയത്ത് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സബ്മിറ്റഡ് എന്ന് വരാം, സബ്മിറ്റ് ചെയ്യാത്തതെന്ന് വരാം, റെക്കോർഡിന്ന് വരാം, നമ്മുടെ സബ്ജക്ട് കണ്ടന്റിന്ന് വരാം. അതുകൊണ്ട് എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. മാം അത് ക്ലാസ് റൂമിൽ ഇട്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ആർക്കും പറ്റുന്നില്ല, എന്തുപറ്റി? അറിയത്തില്ല, അണേബിൾ ടു ഓപ്പൺ എന്നും പറഞ്ഞാ വരുന്നത് ഓപ്പൺ ആക്കുമ്പോൾ. ആണോ? ഞാൻ എന്തായാലും ഒന്ന് ചോദിച്ചു. പറ്റുന്നുണ്ട് മാം, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലർക്ക് ചിലപ്പോൾ ഓപ്പൺ ആവില്ല. അതുകൊണ്ടായിരിക്കാം. ഓക്കെ, നാളത്തെ വർക്കായിട്ട് ഞാൻ ഓപ്പൺ ആകുന്നുണ്ട്. ഒരാളെന്ന് പറയുമോ? പ്ലേ സ്റ്റോറിൽ കയറി ഗൂഗിൾ ഡ്രൈവ് ഡൗൺലോഡ് ചെയ്താൽ മതി. മാം ഈ ആക്ടിവിറ്റി ഒക്കെ നമ്മൾ റെക്കോർഡ് ബുക്കിലാണോ ചെയ്യേണ്ടത്? അല്ല, ഞാൻ ആ മെസ്സേജ് കണ്ടു, അതിന് റിപ്ലൈ ചെയ്യാൻ ഞാൻ തുടങ്ങുമായിരുന്നു. റെക്കോർഡിൽ എഴുതേണ്ടതിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് തരും. ഓക്കെ, അപ്പൊ അത് നിങ്ങളിപ്പോ 2 ദിവസം ആവണം, 2ാം സെക്കൻഡ് ഡേ അല്ലേ ആവുന്നുള്ളൂ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ ഒരു 1 വീക്ക് കഴിയുമ്പോഴേക്കും റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, റെക്കോർഡ് എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ക്ലിയർ ആകുന്നില്ല? ക്ലിയർ ഓൾ ആണോ? ഓക്കെ, അപ്പൊ നാളത്തെ ആക്ടിവിറ്റീസ് ഒന്നുകൂടെ പറയാമോ എന്നൊരു റിക്വസ്റ്റ് വന്നു. അതായത് കളക്ട് മാക്സിമം ഫ്രേസസ് റിലേറ്റഡ് ടു ഹെൽത്ത്. ചിലപ്പോൾ നമുക്ക് മലയാളത്തിൽ ചിലതൊക്കെ അറിയായിരിക്കും, അതിനെ ഇംഗ്ലീഷിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഓരോ ദിവസം അതുപോലെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മള് സാധാ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതിയോ? മതി. ചിലത് ചാർട്ട് പ്രിപ്പറേഷൻ ആയിരിക്കും, അതിന് ചാർട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ ബാച്ചുകാര് ചാർട്ട് കൊണ്ടു നടക്കാനും സൂക്ഷിക്കാനും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് വലിയ നോട്ട്ബുക്കിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 പേജസിലാവുന്നേ ഉള്ളൂ, ഒറ്റ ചാർട്ടിലാവില്ല എന്നേ ഉള്ളൂ. കാരണം ചാർട്ട് ചിലപ്പോൾ ചുളുങ്ങിപ്പോവും, കീറിപ്പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ശരി. ആൽഫബറ്റ്സ് 5 ലെറ്റേഴ്സിന്റെ ABCD വരെയുള്ളത് എഴുതി എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഞാൻ പറയില്ല, അടുത്ത ദിവസം നിങ്ങൾ E തുടങ്ങി എത്രത്തോളം എഴുതാൻ പറ്റുമോ അത് എഴുതാം. അങ്ങനെ Z വരെയും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എവിടെ സബ്മിറ്റ് ചെയ്യാം? പ്രേയർ സോങ് സബ്മിറ്റ് ചെയ്യേണ്ട. പ്രേയർ സോങ് നമ്മൾ എവറി ഡേ ഓരോരുത്തരുടെ പ്രേയർ സോങ് നമ്മൾ പറയും. അത് മാത്രമല്ല, പ്രേയർ സോങ് ഒരു റെക്കോർഡ് ബുക്കിൽ എഴുതാനുള്ളതാണ് പ്രേയർ സോങ്. അപ്പൊ അത് സൂക്ഷിക്കുക. പിന്നെ Z വരെയുള്ളത് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു ആക്ടിവിറ്റിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലും സറൗണ്ടിങ്സിലും ഉള്ള ഒബ്ജക്ട്സ് ടച്ച് ചെയ്തിട്ട് അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് മനസ്സിലാക്കി ബുക്കിലേക്ക് എഴുതുക. റെക്കോർഡ് ബുക്ക് ഹൗ മെനി പേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് ഒരു, എനിക്ക് തോന്നുന്നു, ഒരു 120 പേജസ് ഉണ്ടാകണമായിരിക്കും. അത് ഇനഫ് ആയിരിക്കും. ബാക്കി പേജസ് ഇഷ്ടംപോലെ വരും. അതിനകത്ത് പറ്റുന്ന കണ്ടന്റേ നമ്മൾ തരുന്നുള്ളൂ ആക്ടിവിറ്റീസ്. ഓക്കെ, ഇപ്പൊ എല്ലാം കറക്റ്റ് ആയില്ലേ? ഇന്നൊരു ആക്ടിവിറ്റിയും കൂടെ വരും. അത് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പറയാനായിരുന്നു. അപ്പൊ ഇന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി, കളക്ട് ഓൾ ദ ഫ്രേസസ്, മാക്സിമം ഫ്രേസസ് റിലേറ്റഡ് ടു ഹെൽത്ത്. കുറെയൊക്കെ നമ്മളിവിടെ പറഞ്ഞുപോയി.
പിന്നെ ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി, എ വിർച്വൽ ഡെത്ത്. എന്നുവെച്ചാൽ ഹെൽത്ത് ഇല്ലാത്ത ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയില്ല. എന്തോ ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടി പറയോ? ക്ലിയർ ആയില്ല. അതായത് ആക്ടിവിറ്റി ഞാൻ പറയുമായിരുന്നു, റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. നാളത്തേക്കുള്ളത്, നാളത്തേക്ക് മീൻസ് നെക്സ്റ്റ് സെഷനിലേക്കുള്ളത്. കളക്ട് ഓൾ ദ ഫ്രേസസ് റിലേറ്റഡ് ടു ഹെൽത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത്, അങ്ങനെ നമ്മൾ കുറെ പറഞ്ഞല്ലോ. പിന്നെ ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണമെന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അതിന്റെയാണ്. ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി, എ വിർച്വൽ ഡെത്ത്. ഹെൽത്തി മൈൻഡ് റെസ്റ്റ് ഓൺലി ഇൻ എ ഹെൽത്തി ബോഡി. സൗണ്ട് മൈൻഡ് സൗണ്ട് ബോഡി എന്ന് പറയുന്നത് പോലെ തന്നെ. ക്ലിയർ ആവുന്നില്ല എന്ന് കുറച്ചു പേരുടെ മെസ്സേജ് വരുന്നു, എനിക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് 2-3 ദിവസത്തിനുള്ളിൽ വീട്ടിൽ എവിടെയാണ് ഏറ്റവും റേഞ്ച് കിട്ടുന്നതെന്നൊക്കെ ഉള്ളൊരു ഇത് ഉണ്ടാവുമായിരിക്കും, കിട്ടുമായിരിക്കണം. എന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മള് ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ എക്സസൈസസ് പലതും ചെയ്യണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല എക്സസൈസസ് ചെയ്യണം എന്ന് പറഞ്ഞു. വെൽനസ് എന്ന് പറയുന്നത് ഇതുമായിട്ട്, ഈ 2 ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആണ്, ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മനസ്സിലായില്ല? ആര്യ എന്താ മനസ്സിലാവാതിരുന്നേ? ഐശ്വര്യ ക്ലിയർ ആവണില്ല, എന്താണ്? വോയിസ് ആണോ? മാം ആ ആക്ടിവിറ്റി ഒന്നുകൂടി പറയാമോ മാം? ഇന്നിപ്പോ പറഞ്ഞ ആക്ടിവിറ്റി ആണോ? അതെ, ഞാൻ കുറച്ച് ലേറ്റ് ആയി മാം കേട്ടാൻ, അതുകൊണ്ടാ സോറി കേട്ടോ. ഓക്കെ, നമ്മള് ഹെൽത്ത് അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്, അതായത് ഹെൽത്ത് ഈസ് വെൽത്ത്, സൗണ്ട് മൈൻഡ് സൗണ്ട് ബോഡി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ള ഫ്രേസസ്, ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്രേസസ് ഇംഗ്ലീഷിൽ മാക്സിമം കളക്ട് ചെയ്യുക. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് റൂമിൽ ഒരു ആക്ടിവിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലും സറൗണ്ടിങ്സിലുമുള്ള ഒബ്ജക്ട്സ് ടച്ച് ചെയ്തിട്ട്, അതിപ്പം വീട്ടില് ഡൈനിങ് ടേബിൾ കാണും, TV കാണും, അങ്ങനെ എന്തൊക്കെ ഒബ്ജക്ട്സ് നമ്മുടെ വീട്ടിലുണ്ടോ അതെല്ലാം ടച്ച് ചെയ്തിട്ട് അതിന്റെ എല്ലാം ഇംഗ്ലീഷ് വേർഡ്സ് എഴുതാൻ. നമ്മളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനും കുട്ടികളെ പഠിപ്പിക്കാനും അത് ഒരു എന്താ പറയാ, ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം. അത് പറഞ്ഞു. പിന്നെ ഇതുവരെയും പറഞ്ഞ ആക്ടിവിറ്റീസ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ടതല്ല. സബ്മിറ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റി പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് ഞാൻ തരും. ഓക്കെ, അപ്പോൾ അത് സബ്മിറ്റ് ചെയ്താൽ മതി. എല്ലാം കൂടി ആയിട്ട് ആക്ടിവിറ്റീസ് എഴുതാൻ നോട്ട്ബുക്കോ റെഫ് ബുക്കോ ഡയറിയോ ന്യൂസ് പേപ്പേഴ്സോ യൂസ് ചെയ്യാം. ന്യൂസ് പേപ്പേഴ്സ് എടുക്കുമ്പോൾ ഫയൽ ചെയ്ത് ക്ലിക്ക് ചെയ്ത് സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് മിസ്സായി പോകും. കാരണം ഇത് നിങ്ങൾക്ക് ലൈഫ് ലോങ് വേണ്ടതാ, അതുകൊണ്ടാണ്. സോ നമ്മളുടെ സബ്ജക്ട്സിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു ഹെൽത്തിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞ ഫ്രേസസ് പറഞ്ഞു. ഇനി ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസും വെൽനസും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് ആക്ടിവിറ്റി ഹെൽത്ത് റിലേറ്റഡ്. നിങ്ങൾ 10 ആളുകളെ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ ചെയ്യുക. 10 പേരെ, 10 ഇൻഡിവിജ്വൽസിനെ. അവരോട് ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതായത് കളക്ട് ആൻസേഴ്സ് ഓഫ് 10 ഇൻഡിവിജ്വൽസ് ഓൺ ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഹെൽത്ത്. ക്ലിയർ ആയോ? 10 പേഴ്സൺസിനെ കണ്ടുമുട്ടുന്നു അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്നു, അവരോട് വാട്ട് ഈസ് ഹെൽത്ത്. ഒന്നുകൂടെ പറയാവോ? 10 ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ ചെയ്യുക, ഏതാണോ സൗകര്യം കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. അവരോട് ഹെൽത്ത് എന്നതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് ഉള്ള അവരുടെ ആൻസർ റെസ്പോൺസ് കളക്ട് ചെയ്യുക. ഇത് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. 10 ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്യുക, അവരോട് ചോദിക്കുക വാട്ട് ഈസ് മെൻ ബൈ ഹെൽത്ത്. ഹെൽത്ത് എന്നതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി 10 പേരും ഓൾമോസ്റ്റ് ഒരേപോലത്തെ കാര്യങ്ങളായിരിക്കും പറയുന്നത്. ആ 10 പേരുടെ റെസ്പോൺസ് വെച്ചിട്ട് ഹെൽത്തിനൊരു ഡെഫിനേഷൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. ഒരു പാരഗ്രാഫ് ഇംഗ്ലീഷിലാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? 10 ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്യുക, അവരോട് ചോദിക്കുക, അല്ലെങ്കിൽ മീറ്റ് ചെയ്യോ ഫോൺ ചെയ്യോ, അവരോട് ചോദിക്കുക വാട്ട് ഈസ് മെൻ ബൈ ഹെൽത്ത്. അവര് പറയുന്ന റെസ്പോൺസ് എങ്ങനെയെങ്കിലൊക്കെ നോട്ട് ചെയ്തതിന് ശേഷം ആ റെസ്പോൺസ് എടുത്തിട്ട് അതിനെ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി അത് ഹെൽത്തിനൊരു ഡെഫിനേഷൻ നമ്മൾ ഉണ്ടാക്കണം, അവര് പറഞ്ഞ റെസ്പോൺസ് റിലേറ്റ് ചെയ്ത്. ഓക്കെ, യെസ്. നമ്മൾ ചോദിക്കുമ്പോ അവര് പറയുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ,
അത് നമ്മൾ ആ പാരഗ്രാഫിൽ എഴുതണോ അതോ നമ്മളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ മാത്രം ആ പാരഗ്രാഫിൽ മതിയോ? അല്ല, അവര് 10 പേരും പറയുന്ന റെസ്പോൺസ് അവർ പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. ഒരു ഷോർട്ട് ഹാൻഡ് പോലെ എന്തെങ്കിലും അവർ പറയുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ. പിന്നീട് ആ 10 പേരുടെ റെസ്പോൺസ് നമ്മൾ വായിച്ചതിന് ശേഷം നമ്മൾ അതിനെ റിലേറ്റ് ചെയ്ത് ഒരു ഡെഫിനേഷൻ ഹെൽത്തിന് എഴുതുക. നമ്മൾ തന്നെ നമ്മളുടെ ഒരു ഒപ്പീനിയനിൽ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 10 പേരെ മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 10 പേരെ മീറ്റ് ചെയ്ത് അവര് പറയുന്നതനുസരിച്ച് ഹെൽത്തിന് ഒരു ഡെഫിനേഷൻ എഴുതാം. അപ്പൊ ഈ ഒരു ഇതിന്റെ റെസ്പോൺസ് മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും. റഫ് നോട്ട്ബുക്കോ അല്ലാത്ത ബുക്കോനോ എന്തിലായാലും കുഴപ്പമില്ല, പക്ഷെ ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ആക്ടിവിറ്റി അപ്പൊ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി വന്നു. ഇത് ഞാൻ നാളെ അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കും സബ്മിറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റി. സാർ അത് നോക്കിയിട്ട് അതിന് മാർക്ക് ഇടും. ഓക്കെ, അടുത്തത് ഇതിനോട് ചേർന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. എന്തോ സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഈ ഹെൽത്തിന്റെ കുറിച്ചാണോ നമ്മൾ ആക്ടിവിറ്റി എഴുതേണ്ടത്? അവരുടെ ആൻസർ പറയുന്നത്? അപ്പൊ 10 പേരോട് നമ്മൾ ചോദിക്കുമ്പോൾ 10 പേരും ആൻസർ ചെയ്യും. അപ്പൊ ആ ആൻസർ നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് വേണം ഒരു ഡെഫിനിഷൻ. സബ്മിറ്റ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സാറ് അയച്ചു തരും. ഓക്കെ, ഇത് റെക്കോർഡ് ബുക്കിലേക്കാണോ എഴുതേണ്ടത്? അല്ല, റെക്കോർഡ് ബുക്ക് എഴുതാനായിട്ട് ഈ ആഴ്ച ഞാൻ പറയില്ല. ഈ 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ബുക്ക് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഈ ആഴ്ച റെക്കോർഡ് ബുക്ക് നമുക്കില്ല. റെക്കോർഡ് ബുക്ക് നമ്മൾ എഴുതുന്നത് ഈ ഒരു 1 വീക്ക് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും റെക്കോർഡ് ബുക്ക് വാങ്ങാനൊക്കെയുള്ള ഇതാണ്. വാട്ട് ഈസ് മെൻ ബൈ ഹെൽത്ത്? വാട്ട് ഈസ് മെൻ ബൈ ഹെൽത്ത് എന്ന് വെച്ചാൽ ആരോഗ്യം എന്നതുകൊണ്ട് അവരോട് നമുക്ക് ഇംഗ്ലീഷിൽ ഇപ്പൊ ചോദിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആരോഗ്യം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ പ്രായമായ ആൾക്കാരിൽ നിന്ന് നമുക്ക് വളരെ ചിലപ്പോ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുമായിരിക്കും. ചെറുപ്പക്കാരിൽ നിന്ന് വേറൊരു രീതിയിൽ കിട്ടുമായിരിക്കും, അല്ലെ? അങ്ങനെ ഓരോരോ ജനറേഷൻ അങ്ങനെ രീതിയിൽ 10 പേരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡെഫിനേഷൻ ഹെൽത്തിന് കൊടുക്കാനായിട്ട് പറ്റും. കഴിഞ്ഞില്ല, ഈ 10 പേരോട് തന്നെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 10 പേരുടെ അടുത്ത് നിന്ന് അവരുടെ ഒപ്പീനിയൻ ചോദിക്കുന്നത് ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് അവരെടുക്കുന്നത്. ക്ലിയർ ആയോ? എഴുതേണ്ട മോഡൽ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടതാ. ഞാൻ പ്രെയർ സോങ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയ പ്രെയർ സോങ്ങിന്റെ ലൈൻസ് ഷെയർ ചെയ്തത്. ഒരു മോഡൽ കിട്ടുമല്ലോ. പക്ഷെ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. ഈ 10 പേരോടും രണ്ടാമത് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നത്. അത് കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് ആക്കണോ? അതെ, ഇതെല്ലാം കൂടെ വായിച്ച് മനസ്സിലാക്കി ഒന്ന് ഫിൽട്ടർ ചെയ്ത് നല്ലൊരു ഡെഫിനേഷൻ, കുറെ നല്ല പോയിന്റ്സ് അവരുടെ നിന്ന് കിട്ടുമായിരിക്കും. ഹെൽത്തി ആയിരിക്കാനായിട്ട് എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് പോയിന്റ്സ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ 1, 2, 3 നമ്പർ ഇട്ട് എഴുതാം. കാരണം പലരും പലതും പറയും. ഇത് ഇംഗ്ലീഷ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇംഗ്ലീഷിലാണ്. അവര് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ഏതൊരു രീതിയിലുള്ളവരാണോ അതിനനുസരിച്ച് അവർ ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറയും. നമുക്ക് ടീനേജ് പിള്ളേരോട് ചോദിക്കാം, അഡൾട്ട്സിനോട് ചോദിക്കാം, ജസ്റ്റ് ടീനേജിലേക്ക് കടന്നവരോട് ചോദിക്കാം. അപ്പൊ അങ്ങനെ പല ഏജ് കാറ്റഗറി ഉള്ളവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ആൻസർ നമുക്ക് കിട്ടുമായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഹലോ മാഡം, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആക്ടിവിറ്റി ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നോ? ഹലോ, കേൾക്കുന്നുണ്ട്. ആക്ടിവിറ്റി ഫസ്റ്റ് പറഞ്ഞതിന് ഒരു ഒബ്ജക്റ്റ് ആ ടൈം ടേബിൾ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഐറ്റംസ്, അതായത് എക്സാമ്പിൾ ടൈം ടേബിൾ ഒക്കെ പറഞ്ഞു അതിന്റെ അതെന്താ ചെയ്യേണ്ടത്? അതിന്റെ വൊക്കാബുലറി തിരിക്കുകയാണോ വേണ്ടേ? ആ ആക്ടിവിറ്റി ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ അത് എടുത്ത് പറയാൻ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അതൊന്ന് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞതാ. നമ്മുടെ വീട്ടിലും സറൗണ്ടിങ്സിലുള്ള ഒബ്ജക്ട്സ് എന്താണെന്ന് ടച്ച് ചെയ്തിട്ട് അതിന്റെ ഇംഗ്ലീഷ് പേര് മനസ്സിലാക്കി നമ്മളുടെ നോട്ട്ബുക്കോ ഡയറിയോ എന്തിലാണോ നിങ്ങൾ എഴുതി വെക്കുന്നത് അതിലേക്ക് എഴുതി വെക്കുക. വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാ. റെക്കോർഡ് ബുക്സ് നിങ്ങൾ എല്ലാവരും വാങ്ങിക്കണം. 5 റെക്കോർഡ് ബുക്ക് എന്തായാലും ഉണ്ടാവും.
ഓക്കെ, ആ ഒരു ഡൗട്ട് അവിടെ നിന്ന് കിട്ടുവാണോ മാഡം, അത് പുറത്തുനിന്ന് നമ്മൾ വാങ്ങണോ, അത് നമ്മൾ നമ്മള് പുറത്തുനിന്ന് വാങ്ങണം. പഠിച്ചു? നമ്മുടെ ആണോ? നോട്ട്ബുക്സ് ഒക്കെ നമ്മൾ വാങ്ങില്ലേ, നമ്മൾ പഠിക്കാനൊക്കെ പോകുമ്പോഴേക്കും അതുപോലെ തന്നെ ഓക്കെ ഓക്കെ. അപ്പൊ ഹലോ. ഈ yes. ഹലോ പറയൂ ടീച്ചറെ, ഈ ഇത് ഒക്കെ ചോദിക്കാനേ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് കൊടുക്കുക, ക്ലാസ് മുന്നോട്ട് പോകുന്നില്ല. അല്ലാതെ ഞാൻ ഈ ആക്ടിവിറ്റി പറയാൻ വേണ്ടി വന്നത് കൊണ്ടാണ് അതിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? സംശയം ചോദിക്കാൻ സമയമുള്ളൂ. ഞാൻ അവിടെ കുറെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് അതിന്റെ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഡൗട്ട്സ് അവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാൻ ലാസ്റ്റ് അത് ആൻസർ ചെയ്തോളാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പം 3 കാര്യങ്ങളും കണക്റ്റഡ് എങ്ങനെയാണെന്ന് നമ്മൾ ക്ലാസ് റൂമിൽ പറഞ്ഞു. നമ്മൾക്ക് ആരോഗ്യം വേണം, നല്ല ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈജീൻ ആയിട്ടുള്ള സറൗണ്ടിങ്സിൽ നമ്മൾ ജീവിക്കണം, അതുപോലെയുള്ള ഭക്ഷണം കഴിക്കണം, ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കാതെ കറക്റ്റ് സമയത്തിൽ കറക്റ്റ് അളവിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആകും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആകാനായിട്ട് നമ്മൾക്ക് താല്പര്യമുള്ള രീതിയിൽ എക്സസൈസസ് ചെയ്യണം. യോഗ ചെയ്യുന്നവരുണ്ടാവും, ഡാൻസ് ചെയ്യുന്നവരുണ്ടാവും, സ്വിം ചെയ്യുന്നവരുണ്ടാവും, റണ്ണിങ്, വാക്കിംഗ്, ഫുട്ബോൾ, അങ്ങനെയുള്ള ഔട്ട്ഡോർ ഗെയിംസിൽ പങ്കെടുക്കുന്നവരുണ്ടാവും. അങ്ങനെ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് ഫിസിക്കലി ഫിറ്റ് ആകാം. പക്ഷെ നമ്മൾ വെൽ ആകണമെങ്കിൽ ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസും വേണം. അതിനൊപ്പം തന്നെ നമ്മൾക്ക് മെന്റലി ഹെൽത്ത്, നമ്മൾ ടെൻഷൻ, സ്ട്രെസ് വന്നാൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചാൽ, ഞാൻ ലൈഫ് ട്രയാങ്കിൾ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ട്രയാങ്കിളിന്റെ ഒരു കോർണറിൽ നമ്മൾ നിൽക്കുവാണെങ്കിൽ മറ്റേ കോർണറിൽ നമ്മുടെ ഫാമിലി, തേർഡ് കോർണറിൽ സൊസൈറ്റി. മാം, നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് വരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസും മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ പോയിന്റ്സ് വെച്ചിട്ട്. ഓക്കെ, മനസ്സിലായി. താങ്ക് യു. അപ്പോൾ അങ്ങനെ വരുമ്പോ നമ്മൾ ഹാപ്പി ആയാൽ നമ്മുടെ ഫാമിലി ഹാപ്പി, നമ്മളുടെ ഫാമിലി ഹാപ്പി ആയാൽ അത് സൊസൈറ്റിയിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യും. സോ നല്ലൊരു ഹാപ്പി എൻവയോൺമെന്റിനുള്ള ഒരു സൊസൈറ്റി നമുക്ക് ചുറ്റും ബിൽഡപ്പ് ആവും. ഓക്കെ, നമുക്ക് ഭക്ഷണം നല്ലത് കഴിക്കാനുണ്ട്, നമ്മൾ റെഗുലർലി എക്സസൈസ് ചെയ്യുന്നു. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമുക്ക് നല്ല വെൽനെസ്, നമ്മൾ നല്ല സുഖമായി ജീവിക്കുന്നു എന്നല്ല. നമ്മൾ മെന്റലി നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കണം. മെന്റൽ ഹൈജീൻ എന്നൊരു സംഭവം കൂടിയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് യൂണിറ്റുകളിൽ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫിസിക്കലി ഹൈജീൻ മാത്രമല്ല, മെന്റലി നമ്മൾ നല്ല ഹൈജീൻ ആയിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ പറയാമോ? ഇതെല്ലാം ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. കുറെ മെസ്സേജസ് വരുന്നുണ്ട്, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ഈ ഫിസിക്കൽ ഫിറ്റ്നസ് പറഞ്ഞു നമ്മൾ. ഞാൻ ആ വെൽനെസ്സിലേക്ക് ഇപ്പൊ വരാത്തത്, അതിന്റെ തൊട്ട് താഴെ കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് നിങ്ങൾക്ക് വായിക്കാനായിട്ട് പറ്റുന്നു തോന്നുന്നു. ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, നമ്മൾ വീക്ക് അല്ല, അല്ലെ? നമ്മൾ നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റാമിന, വിൽ പവർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് എൻഡുറൻസ് എന്നുള്ള സെക്കൻഡ് പോയിന്റ്. സ്റ്റാമിന, വിൽ പവർ, അതായത് നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മളുടെ റൊട്ടീൻസ് ആരോ ഒന്നുമല്ല കേട്ടോ, മുന്നോട്ട് ചെയ്തോളൂ. ബിനീഷ. ഓക്കെ, എൻഡുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നല്ലൊരു സ്റ്റാമിന, വിൽ പവർ ഉണ്ട്. അതായത് നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മളുടെ റൊട്ടീൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു, നമുക്ക് ക്ഷീണമില്ലാതെ നമ്മൾ ഏർപ്പെടുന്ന ജോലികൾ, ലൈക്ക് സ്റ്റുഡന്റ് ആണെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റുന്നു, പഠിക്കുന്നു. ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ പറ്റുന്നു, ആ ജോലി ചെയ്യുന്നു. അല്ലെങ്കിൽ വേറെ ഏതാ അല്ലാത്ത ജോലി ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, അല്ലെങ്കിൽ നേഴ്സ്, അല്ലെങ്കിൽ ടീച്ചർ, അല്ലെങ്കിൽ ഒരു കാർപ്പന്റർ, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ പോകുന്ന മെക്കാനിക്, റോഡ് പണി ചെയ്യുന്നവര്, അങ്ങനെ എല്ലാവരുടെയും കൂടെ കാര്യം പറയും. അവർക്കൊരു സ്റ്റാമിന, വിൽ പവർ വേണം, അല്ലെ? ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഫ്ലെക്സിബിലിറ്റി. നമ്മളൊക്കെ ഇപ്പൊ ഒരു ഡാൻസറിനെ സംബന്ധിച്ച് എന്താ? ബോഡി നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കണം, അല്ലെ? യോഗ ചെയ്യുന്ന ആള് ബോഡി നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതുപോലെ നമ്മൾ എന്ത് ആക്ടിവിറ്റി, ജോബാണെങ്കിലും പഠിക്കുന്ന കാര്യമാണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഫീൽ ചെയ്യണം. ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്, നമ്മുടെ മൂവ്മെന്റ്സ്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മൂവ്മെന്റ്സിനെ റിലേറ്റ് ചെയ്താണ് ഫ്ലെക്സിബിലിറ്റി പറയുന്നത്. പിന്നെ സ്പീഡ്. ഇപ്പൊ പറയാം, ചിലര് പതുക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാം. ചിലർക്ക് ഭയങ്കര സ്പീഡാണ്, അവർ പെട്ടെന്ന് ആ കാര്യം ചെയ്യുന്നത്. ഇപ്പൊ
മാരത്തോൺ ഓടുന്ന ഒരു കുറെ ആളുകൾ അതിൽ നല്ല ഫസ്റ്റ് എത്തുന്നു. അയാൾക്ക് നല്ലൊരു സ്കില്ലാണത്, സ്പീഡായിട്ട് ചെയ്യുന്നു. പിന്നെ ചില കുട്ടികൾ പ്രോംപ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെ എന്തെങ്കിലും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോംപ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ച് അവർ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് ഒരു സ്കില്ലാണ് ശരിക്കും പറഞ്ഞ സ്പീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രോബ്ലം കൊടുക്കുന്നു, പെട്ടെന്ന് അത് ചെയ്ത് തെറ്റൊന്നും ഇല്ലാണ്ട് ചെയ്ത് തീർക്കുന്നു. ദാറ്റ് മീൻസ് അത് അവരുടെ സ്കില്ലാണ്, സ്പീഡ്. അതാണ്. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം ഇതാണ്: സ്ട്രെങ്ത്, എൻഡ്രൻസ്, സ്റ്റാമിന, വിൽ പവർ, പിന്നെ ഫ്ലെക്സിബിലിറ്റി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളുടെ മൂവ്മെന്റ്സ്, ഫ്ലെക്സിബിലിറ്റി, പിന്നെ അതുപോലെ തന്നെ സ്പീഡ്. ഇനിയുണ്ട്, അടുത്ത പേജിലാണ്, ഞാൻ അതൊന്ന് എടുക്കട്ടെ. നെക്സ്റ്റ് വന്നിരിക്കുന്ന പോയിന്റ് അജിലിറ്റി എന്നാണ്. അജിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗ്രേസ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില കാര്യങ്ങൾ ചെയ്യുന്ന കാണാൻ തന്നെ ഒരു ഭംഗി തോന്നില്ലേ? ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ചില ഡാൻസേഴ്സ് അവർ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ല ഭയങ്കര ഗ്രേസ് ആണ്. ഇപ്പൊ ശോഭന ഒക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഗ്രേസ് ആണെന്ന് നമ്മൾ പറയും. അങ്ങനെ അവർ ചെയ്യുന്ന വർക്കിൽ, അവരുടെ സ്കിൽ റിലേറ്റഡ് കാര്യങ്ങളിൽ ആ ഒരു പെർഫോമൻസ്, ഇതിപ്പോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അവരൊരു പ്രസംഗം, സ്പീച്ച് പറയുന്നു, നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കുന്നൊക്കെ പറയില്ലേ, അതാണ് അജിലിറ്റി എന്ന് പറയുന്നത്, ഗ്രേസ്ഫുൾനെസ്. പിന്നെ ഇവിടെ ഇപ്പൊ കൂടുതലും പറയുന്നത് ഡാൻസ് അല്ലെങ്കിൽ യോഗ അങ്ങനെയൊക്കെയുള്ള ബോഡി മൂവ്മെന്റ്സുമായിട്ട് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. എൻറ്റയർ ബോഡി ചിലര് യോഗ, ചിലപ്പോ ചിലര് ഭയങ്കര വണ്ണമായിരിക്കും, പക്ഷെ ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഗ്രേസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല, അത് നല്ല വണ്ണം ഉണ്ടെങ്കിലും ഡാൻസ് ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. യോഗ ചെയ്യുന്നവർ അവരുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ട് അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. സോ നെക്സ്റ്റ് കോർഡിനേഷൻ. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ. കൊച്ചുകുട്ടികളെ ചെറുപ്പം തുടങ്ങി ഈ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്ന പറയാ. കാരണം വെച്ചാൽ കൈയും കാലും കണ്ണും ബോഡിയും എല്ലാം ഒരേപോലെ അവര് ഒരു താളത്തിൽ മൂവ് ചെയ്യിക്കുക. ആ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ നല്ല രീതിയിൽ. ഫിസിക്കലി ഫിറ്റ് ആണെങ്കിലാണ് നമുക്ക് ഇതെല്ലാം നമ്മളിൽ വരുന്നത്. ഈ പറയുന്ന സ്റ്റാമിന, മീൻസ് എൻഡ്രൻസ്, സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, സ്പീഡ്, ഗ്രേസ്ഫുൾനെസ്, കോർഡിനേഷൻ. ഇതെല്ലാം ഒരു മനുഷ്യൻ ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ തളർന്ന് കിടക്കുന്ന ഒരാൾ, തളർന്ന് ഭയങ്കര വീക്കായിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളില് ഇത് കാണില്ല. ഓക്കെ. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. അത് 3 രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഹെൽത്ത്, അതായത് നല്ല ഭക്ഷണം കഴിക്കുന്നു, കറക്റ്റ് ടൈമിൽ കഴിക്കുന്നു, കറക്റ്റ് ടൈമിൽ ഉറങ്ങുന്നു, വർക്ക്ഔട്ട് ചെയ്യുന്നു, അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്. നെക്സ്റ്റ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അയാൾക്ക് എന്താണോ സ്കിൽ, ഓരോരുത്തർക്കും ഓരോ സ്കില്ലായിരിക്കും. ആ സ്കില്ലിൽ അവർ നല്ല പക്ക പെർഫെക്റ്റ് ആയിരിക്കും നമ്മൾ പറയില്ലേ, അതാണ് ഹെൽത്ത് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നെക്സ്റ്റ് കോസ്മെറ്റിക് ഫിറ്റ്നസ്. താഴെ ഒന്നുകൂടെ പറയുന്നുണ്ട്, ഞാനത് പറയാം. നമ്മള് ഫിസിക്കലി ഫിറ്റ് ആണ്. ഞാൻ അതിലേക്ക് വന്നില്ല, 3 പോയിന്റ്സ് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ അത് എടുക്കാം. കാണാലോ അല്ലെ? യെസ് മാം. കോസ്മെറ്റിക് ഫിറ്റ്നസ്. നമ്മൾക്ക് ആരോഗ്യമുണ്ട്, ഫിസിക്കലി ഫിറ്റ് ആണ്, പക്ഷെ എന്നാലും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ നല്ല നീറ്റ് ആയിട്ട് ഡ്രസ് ചെയ്ത് നമുക്ക് ചേരുന്ന രീതിയിലുള്ള ആക്സസറീസ് യൂസ് ചെയ്ത് നമുക്ക് ചേരുന്ന രീതിയിലുള്ള മേക്കപ്പ് യൂസ് ചെയ്ത്, അതിപ്പോ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പ്രായമായ ജെന്റ്സ് ലേഡീസ് ആണെങ്കിലും എല്ലാവരും അവരുടെ ആ ഏജിന് അവരുടെ ലുക്സിന് മാച്ച് ആവുന്ന രീതിയിൽ അവർ പുറത്തേക്ക് ഇറങ്ങും അല്ലെ. അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ എല്ലാവർക്കും അങ്ങനെയൊന്ന് നമ്മുടെ ലുക്സ് നല്ലതാക്കി വെക്കാൻ ഒരു താല്പര്യമുണ്ട്. അതാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് HRPF എന്ന് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പവർ ഓർ കപ്പാസിറ്റി ടു ലിവ് എ ഫുൾ ആൻഡ് എഫിഷ്യന്റ് ലൈഫ് ദാറ്റ് വൺ ഈസ് കേപ്പബിൾ ഓഫ് ബി. അവർക്ക് പറ്റുന്ന രീതിയിൽ നല്ല എഫിഷ്യന്റ് ആയിട്ട് ജീവിക്കുക, അതിനുള്ളൊരു പവർ അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്. നെക്സ്റ്റ് സ്കിൽ റിലേറ്റഡ് പറഞ്ഞു. ഓരോ ആളുകളുടെയും സ്കില്ല്, അവരുടെ പവർ, അതിനനുസരിച്ച് അവരുടെ പെർഫോമൻസ് അവർ കാഴ്ചവെക്കും. അപ്പൊ നമുക്കറിയാം നല്ലതുപോലെ
ഡാൻസ് ചെയ്യുന്ന ഒരാൾ എന്തെങ്കിലും ഒരു മെന്റൽ സ്ട്രെസ് വന്നു, അയാൾ അത് ഉപേക്ഷിച്ചു. അല്ലെങ്കിൽ ആക്ടർ ആയിരുന്ന ആൾ അയാൾ അത് ഉപേക്ഷിച്ചു. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും നല്ല രീതിയിൽ സ്കിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അത് നിർത്തി ഡൗൺ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അയാള് ഒട്ടും ആ ഒരു സ്കില്ലില് ഫിറ്റ് ആയിരുന്ന ആളായിരുന്നു, പക്ഷെ അയാളങ്ങ് ഡൗൺ ആയി പോയി. അങ്ങനെ പറയാറുണ്ടല്ലോ. കോസ്മെറ്റിക് ഫിറ്റ്നസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിലെല്ലാത്തിലും കൂടെ നമ്മൾ എല്ലാവരും കടന്നു പോകുന്നതാണ്. നമ്മൾ തിരിച്ചറിയുവാണ് നമ്മുടെ സ്കിൽ എന്താന്ന്. അതിനനുസരിച്ച് നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, നല്ലപോലെ അത് റിലേറ്റഡ് പെർഫോമൻസ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ലുക്സ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കോസ്മെറ്റിക് ഫിറ്റ്നസ് എവിടെ പോയാലും ഏത് സിറ്റുവേഷനിൽ ആണോ പോകുന്നത് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലുക്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കും. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ, മാരേജ് അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ലുക്സ് ആക്കും. അതേസമയം നമ്മൾ അല്ലാതെ വേറൊരു കാഷ്വൽ ആയിട്ട് എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ ആ സെൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് പറയുന്നത്. നെക്സ്റ്റ് താഴെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് വരുന്നത്. വാക്കിംഗ് ചെയ്യാം, റണ്ണിങ്, പിന്നെ ജിമ്മിൽ പോയിട്ട് ആ രീതിയിലുള്ള ട്രെയിനിങ് എടുക്കാം, പിന്നെ സ്ട്രെച്ചിങ്, ലൈക്ക് നമ്മുടെ ബോഡി ചില വാമപ്പ് എക്സസൈസുകൾ ഉണ്ടല്ലോ, ബോഡി സ്ട്രെച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ചില എക്സസൈസുകൾ, അതെല്ലാം നമുക്ക് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് 1 അവറേ നമുക്കുള്ളൂ. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതുപോലുള്ള ചെറിയ വാമപ്പ് എക്സസൈസ് ഒക്കെ ആയിട്ടാണ്. പ്രെയർ, അതിനുശേഷം വാമപ്പ് എക്സസൈസസ്, അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ 1 അവറിൽ നമുക്ക് എപ്പോഴും അത് പറ്റില്ല. എപ്പോഴെങ്കിലും നമുക്ക് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഇതുപോലെയുള്ള പ്രാണായാമം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ലീഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇനി വെൽനസിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോ ഓൾമോസ്റ്റ് ആരോ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എത്രയേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് പേജ് ആയിരുന്നു അത്. താഴെ ഒരു പേജ് ഇതൊരു ചെറിയ യൂണിറ്റ് ആയിരുന്നു. ആയതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്ത് പറഞ്ഞത്. ആരോ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ആരാണോ? ഷാലറ്റ് ആണെന്ന് തോന്നുന്നു. മ്യൂട്ട് ചെയ്യണേ. ക്ലാസ് 2 മണിക്കൂർ പോസിബിൾ ആവും തോന്നുന്നില്ല. ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇനി വെൽനസ് ആണ് നെക്സ്റ്റ്. വെൽനസിനെ കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ നമുക്കത് പോരാ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് വെൽനസ്. കാരണം ഫിസിക്കൽ ഫിറ്റ്നസ്, ഹെൽത്ത്, ഇത് നേരെ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് വെൽനസിലേക്കാണ്. ഈ കൊച്ചു പാരഗ്രാഫേ ഉള്ളൂ, പക്ഷെ ഇതല്ല വെൽനസ്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇത് നല്ലൊരു നോട്ടായിട്ട് വെക്കണം. പറഞ്ഞു തരാം കേട്ടോ. വെൽനസ് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ചെറിയൊരു പാരഗ്രാഫ് ഉള്ളതൊന്ന് മത്സരിച്ച് വായിച്ചോളൂ. പോസിറ്റീവ് ഹെൽത്ത്, പോസിറ്റീവായിട്ട് മൈൻഡും ബോഡിയും ഇരിക്കണം. അങ്ങനത്തെ ഒരു ആക്റ്റീവ് പ്രോസസ്സാണ് ഇത്. എന്താ പറയാ, നമ്മളുടെ ലൈഫ് ലോങ് ഉള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ വെല്ലായിട്ട് ഇരിക്കുന്നത്. ഒരു പോസിറ്റീവ്, അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ്, അതാണ് വെൽനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വെൽനസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കമ്പോണൻസ് ആണ് വെൽനസിന്. ഒറ്റൊരു കാര്യത്തിലല്ല വെൽനസ് ഇരിക്കുന്നത്, മൾട്ടിപ്പിൾ കമ്പോണൻസ് ആണ്. അതിൽ നമ്മുടെ എക്കണോമി, നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്, നമ്മുടെ ക്ലൈമറ്റ്, അങ്ങനെയുള്ള പല പല ഫാക്ടേഴ്സും വെൽനസിനെ ഡിപ്പെൻഡ് ചെയ്യും. മീൻസ് അതിനെല്ലാം എഫക്ട് ചെയ്യും. വെൽനസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തെ മാത്രം ഉള്ളതല്ല, പല കമ്പോണൻസുമായിട്ട് റിലേറ്റഡ് ആണ്. ഹെൽത്തും വെൽനസ്സും പലപ്പോഴും തെറ്റി യൂസ് ചെയ്യാറുണ്ട്. ഹെൽത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ ശരീരവും മനസ്സും, ശരീരത്തിന് ആവശ്യമുള്ള കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ചെന്ന് കഴിഞ്ഞാൽ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ചെന്ന് കഴിഞ്ഞാൽ ബോഡി നല്ല ഹെൽത്തി ആയിരിക്കും. മനസ്സിന് സ്ട്രെസ് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ സ്ട്രെസ് എല്ലാവർക്കും വരും. നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് പല ലോസ് ഉണ്ടാകാം, പല സങ്കടകരമായ സിറ്റുവേഷൻസ് ഉണ്ടാകാം. അപ്പോഴേക്കും നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റണം. ആ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. സോ നമ്മളുടെ മൈൻഡ് വിൽ ബി
ഹെൽത്തി. ഓക്കെ, അല്ലാണ്ട് എപ്പോഴും ഹാപ്പി ആയിരുന്നാൽ മാത്രമല്ല മൈൻഡ് ഹെൽത്തി ആവുന്നത്. എന്ത് പ്രശ്നം വന്നാലും നമ്മൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ, നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത് മനസ്സിന് വരണം. സോ മൈൻഡ് വിൽ ബി ഹെൽത്തി. ഹെൽത്തിന് പല കമ്പണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ ഫസ്റ്റ് വൺ ആണ് ഫിസിക്കൽ വെൽനസ്. നോട്ട് ചെയ്തോളൂ, ഫസ്റ്റ് കമ്പണന്റ് ആണ് വെൽനസിന്റെ ഫിസിക്കൽ വെൽനസ്. ഇത് ഓൾറെഡി നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കണക്റ്റഡ് വിത്ത് ഫിസിക്കൽ ഫിറ്റ്നസ്, അതിന്റെ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഫിസിക്കൽ വെൽനസ്സിൽ വരുന്നത്. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവാനായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഫിസിക്കൽ വെൽനസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളുടെ എക്സസൈസ്, ഇതെല്ലാം ഫിസിക്കൽ വെൽനസ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അതെല്ലാം കറക്റ്റ് ആയി നടന്നാലാണ് ഫിസിക്കൽ വെൽനസ് പ്രോപ്പർ ആയിട്ട് ഫിസിക്കലി അയാൾ വെല്ലാന്ന് പറയാൻ പറ്റും. എക്സസൈസ്, ഡയറ്റ് ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്കൽ വെൽനസ്സിന്. വെയിറ്റ് മാനേജ്മെന്റ്, അപ്പൊ വെയിറ്റ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരാൾക്ക് എത്ര വെയിറ്റ് എന്നുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് വെയിറ്റ് കൂടുന്ന രീതിയിൽ എന്തെങ്കിലും ഇൻടേക്ക് ഫുഡ് കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ അത് എന്താ പറയാ കലറി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ഈ എന്താ പറയാ ജിംനേഷ്യത്തിലൊക്കെ പോകുന്നവർക്കും ഡയറ്റീഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മളുടെ ബോഡിയിൽ ഇച്ചിരി വെയിറ്റ് നമുക്ക് ഇത്തിരി കൂടിയോ, നമുക്ക് എന്തൊരു അസ്വസ്ഥത, ശ്വാസം മുട്ടോ ഏതൊക്കെ തോന്നുമെങ്കിൽ നമുക്കറിയാം. നമുക്ക് ഇച്ചിരി ആൽബി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഫിസിക്കൽ വെൽനസ് ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് കമ്പണന്റ് ആണ് വെൽനസിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ്, മെയിൻലി ഡയറ്റ് ആൻഡ് എക്സസൈസ് ഇൻക്ലൂഡഡ് ഇൻ ഫിസിക്കൽ വെൽനസ്. ഫിസിക്കലി ശാരീരികമായി നമ്മൾ വെല്ലാണെന്ന്, ഫിസിക്കലി നമ്മൾ വെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ഡയറ്റ്, പ്രോപ്പർ എക്സസൈസും. പ്രോപ്പർ ഡയറ്റും പ്രോപ്പർ എക്സസൈസും. അതിന്റെ കൂടെ വേറെ കാര്യങ്ങളുണ്ട്. ഡ്രിങ്ക്സ്, ഡ്രഗ്സ്, ടുബാക്കോ യൂസ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഫിസിക്കലി വെല്ലല്ല. അതൊക്കെ ഉപയോഗിക്കുന്ന ആളുടെ ഫിസിക് വളരെ മോശമായിരിക്കും അല്ലെ. നെക്സ്റ്റ് ഇമോഷണൽ വെൽനസ്. നമ്മൾ ആദ്യം ശരീരത്തിന്റെ വെൽനസ് ആയിരുന്നു പറഞ്ഞത്, ഇപ്പം ഇതിലേക്ക് വന്നു ഇമോഷൻസ്, ഇമോഷണൽ വെൽനസ്. അതിന് വേറൊരു പേരും പറയും സൈക്കോളജിക്കൽ വെൽനസ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ശരീരത്തിന്റെ വെൽനസ് പറഞ്ഞു, ഫിസിക്കൽ വെൽനസ്. നിങ്ങൾക്ക് ആകെ ഒരു കൊച്ചു പാരഗ്രാഫേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ഓരോ PDF നമ്മൾക്കുള്ള റെഫറൻസ് ആണ്. ക്ലാസ് റൂമിലെ നോട്ട്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്ത് പോവാം. ഈ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ സോഴ്സിൽ നിന്ന് കിട്ടും അതൊക്കെ നോട്ട് ചെയ്യാം. ചിലപ്പോൾ ന്യൂസ് പേപ്പറിൽ നിന്ന് ചിലപ്പോൾ കിട്ടുമായിരിക്കും, ആരോഗ്യം മാസികയിൽ നിന്ന് കിട്ടുമായിരിക്കും, ഗൂഗിൾ ചെയ്താൽ കുറെ കാര്യങ്ങൾ കിട്ടും. അപ്പൊ നല്ല പോയിന്റ്സ് ചേർത്ത് നല്ലൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഞാൻ എല്ലാ മെസ്സേജിനുള്ള റിപ്ലൈ തരാട്ടോ. മെസ്സേജ് വന്നിട്ടില്ല. അപ്പൊ ഇമോഷണൽ, അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ മനസ്സിന്റെ വെൽനസ് ആണ് ഇമോഷണൽ വെൽബീയിങ്. നമുക്ക് എന്താ ഇപ്പൊ മനസ്സിന് ഹെൽത്ത് വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. സോ അങ്ങനെ പറ്റുവാണെങ്കിൽ നമ്മൾ ഇമോഷണലി വെല്ലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പറ്റാതെ വരുന്ന ആളുകളാണ് പലപ്പോഴും എക്സ്റ്റേണൽ സപ്പോർട്ട് തേടി പോകുന്നത് അല്ലെ. നമ്മൾ പലപ്പോഴും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും തെറാപ്പിസ്റ്റിനെ കാണും. അതൊരു തെറ്റേ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ പ്ലെയേഴ്സ്, ക്രിക്കറ്റ് പ്ലെയർ ആണെങ്കിലും ഫുട്ബോൾ പ്ലെയേഴ്സ് ആണെങ്കിലും അവരൊക്കെ ഒരു മെയിൻ മാച്ചിലേക്ക് പോകുമ്പോൾ അവർ ഇതുപോലുള്ള ആളുകളെ കൺസൾട്ട് ചെയ്യും. കാരണം അത്രയ്ക്ക് സ്ട്രെസ് അവർക്ക് വരുവാണ്. ഇപ്പൊ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മാച്ച് ആയിരിക്കും. അപ്പൊ അത്രയും സ്ട്രെസ് വരുമ്പോൾ അവർ ഇതുപോലുള്ള എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ സഹായം തേടും. അവർക്ക് അതിനുള്ള കൗൺസിലിങ്ങോ തെറാപ്പിയോ അത് കിട്ടും. ഇത് തെറ്റല്ല. കാരണം നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇതിലുള്ള വിഷമം വരുമ്പോൾ നമ്മൾ ചിലരോട് ഓപ്പൺ അപ്പ് ആവും, നമ്മളൊന്ന് വെന്റിലേറ്റ് ചെയ്യും, നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ. അത് എത്രയേ ഉള്ളൂ. ഇമോഷണലി നമ്മൾ വെല്ലാണ്. നെക്സ്റ്റ് സോഷ്യൽ വെൽനസ്. സോഷ്യൽ വെൽനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സോഷ്യലൈസിങ് വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ സോഷ്യലൈസ് ചെയ്യുക, നമ്മൾ മിങ്കിൾ ചെയ്യും. ഒരു വീട്ടിൽ താമസിക്കും, അയൽപക്കക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, പുറത്തിറങ്ങി ആരെയും കണ്ടാൽ നോക്കില്ല, മിണ്ടില്ല, പക്ഷെ അവരവിടെ സോഷ്യലൈസ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് സോഷ്യൽ വെൽനസ് ഇസ് റിലേറ്റഡ് വിത്ത് സോഷ്യലൈസിങ് വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്
അതൊരു കമ്മ്യൂണിറ്റി, നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റിയിലാണല്ലോ. അപ്പൊ അവിടെ നമ്മൾ സോഷ്യലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള പല സിറ്റുവേഷൻസ് വരുന്നു. അതാണ് സോഷ്യൽ വെൽനസ് എന്ന് പറയുന്നത്. CD അത് മ്യൂട്ട് ആക്കാമോ? ഇത് പോസിറ്റീവ് എഫക്റ്റ് ആണ്, നമ്മളുടെ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിന് ഒരു പോസിറ്റീവ് എഫക്റ്റ് ആണ് ഈ സോഷ്യലൈസ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, നമ്മള് മൂന്നാമത്തെ ആയിരുന്നു പറഞ്ഞത്. ഫസ്റ്റ് നമ്മളുടെ ഫിസിക്കൽ വെൽനെസ് ആയിരുന്നു. സെക്കൻഡ് നമ്മളുടെ മൈൻഡ് ആയിട്ട് റിലേറ്റഡ് ഇമോഷണൽ വെൽനെസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വെൽനെസ്. തേർഡ് വൺ സോഷ്യൽ വെൽനെസ്. നെക്സ്റ്റ് വൺ ഇന്റലക്ച്വൽ വെൽനെസ്, നമ്മളുടെ ബുദ്ധി, നമ്മളുടെ സെൻസ്, അതാണ് നെക്സ്റ്റ് വൺ ഇന്റലക്ച്വൽ വെൽനെസ്. കോഗ്നിറ്റീവ് വെൽനെസ് എന്നും ഇതിന് പറയും. COGNITIV. കോഗ്നിറ്റീവ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ സെൻസ്, അതെല്ലാം വരുന്നതാണ് ഈ വെൽനെസ്. ഇന്റലക്ച്വൽ വെൽനെസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് വെൽനെസ്. നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജ്, അത് നമ്മൾ എങ്ങനെ പ്രയോഗിക്കുന്നു, നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, നമ്മൾക്ക് കിട്ടുന്ന നോളജ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു റിലേറ്റ് ചെയ്തിരിക്കും. അത് നമ്മൾ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ. ഒരു ടീച്ചർ എന്താ ചെയ്യുന്നത്? കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നു. സോ ആ ടീച്ചറുടെ അറിവ് പകരുവാണ് മറ്റുള്ളവരിലേക്ക്. ദാറ്റ് മീൻസ് ഒരു സൊസൈറ്റിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുവാണ്. അത് ശരിക്കും എന്താ ഉണ്ടാകുന്ന ഇന്റലക്ച്വൽ INTELLECTUAL. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിന്റെ ഹെഡിങ്സ് ഞാൻ നാളെ ക്ലാസ് റൂമിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, INTELLECTUAL ഇന്റലക്ച്വൽ വെൽനെസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് COGNITIV. ഓക്കെ, അപ്പൊ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. നമ്മളൊരു നോളജ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിൽ മാത്രം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുന്നു. അതാണ് ഇന്റലക്ച്വൽ വെൽനെസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് വെൽനെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പിരിച്വൽ വെൽനെസ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കാരണം പലപ്പോഴും എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പലരും പല റിലീജിയസ്, പല ബിലീഫ് ഉള്ളവരായിരിക്കും, പല ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നതായിരിക്കും. ചെറുപ്പം തുടങ്ങി അങ്ങനെ ഒന്നും ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കുറെ വാല്യൂസ്, നല്ല ഗുഡ് വാല്യൂസ് അതിൽ നിന്ന് കിട്ടും, നല്ല വാല്യൂസ് കിട്ടും. അതാണ് സ്പിരിച്വൽ വെൽനെസ് വരുന്നത്. ഗുഡ് വാല്യൂസ് കിട്ടുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യില്ല, നമ്മൾക്കറിയാം എന്താണ് ശരി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ത്രൂ സ്പിരിച്വൽ വെൽനെസ് ആണ്. അത് ചിലപ്പോ ഒറ്റയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കാം. ഓക്കെ, ഓരോരുത്തരും ഇൻ എഫക്റ്റ് ഒന്ന് തന്നെ, പക്ഷെ പല ബിലീഫ് ഫോളോ ചെയ്യുന്നു. പക്ഷെ ഇൻ എഫക്റ്റ് എന്താ? സ്നേഹം, ബ്രദർഹുഡ്, അല്ലെ, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, എല്ലാം കൊടുക്കുന്ന മെസ്സേജ് ഒന്ന് തന്നെ. അങ്ങനെയുള്ള ഗുഡ് വാല്യൂസ് കിട്ടും. നെക്സ്റ്റ് ഒക്കുപേഷണൽ വെൽനെസ്. ഒക്കുപേഷണൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി, അത് പെയ്ഡ് ജോബ് ആകാം, നമുക്ക് സാലറി കിട്ടുന്ന ടൈപ്പ് ജോലി ആകാം, അല്ലാതെ നോൺ പെയ്ഡ് ജോബ്സ് ആകാം. ചിലർ വോളണ്ടറി സർവീസ് പോലെ ചെയ്യില്ലേ, ചില ആൾക്കാര് മറ്റൊരു സേവനം പോലെ ചെയ്യും. അങ്ങനെയുള്ള ഇതാണ് ഒക്കുപേഷണൽ വെൽനെസ് എന്ന് വരുന്നത്. അത് ഒരു കമ്മ്യൂണിറ്റിയുടെ നീഡ്സ്, ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു നേഴ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു കമ്മ്യൂണിറ്റിക്ക് അവരിൽ നിന്നും പലതും ആവശ്യമാണ്, അല്ലെ. ഒരു ടീച്ചറുടെ നിന്നും ആവശ്യമുണ്ട്, നഴ്സിൽ നിന്നും ആവശ്യമുണ്ട്, ഒരു മെക്കാനിക് അയാളെയും കമ്മ്യൂണിറ്റിക്ക് ആവശ്യമാണ്. അതുപോലെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ റോഡ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുന്നവർ, അവരെയും കമ്മ്യൂണിറ്റിക്ക് ആവശ്യമാണ്. അതാണ് ഒക്കുപേഷണൽ വെൽനെസ് എന്ന് വരുന്നത്. അപ്പൊ ഇത് എല്ലാവരും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, നമ്മുടെ പാഷൻ ആയിട്ടുള്ള ജോബാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഇതില് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ദാറ്റ് ഈസ് ഒക്കുപേഷണൽ വെൽനെസ്. അത് സൊസൈറ്റിക്കും കൂടി ബെനിഫിഷ്യൽ ആകുന്ന രീതിയിലുള്ളതാണ്. നെക്സ്റ്റ് എൻവിയോൺമെന്റൽ വെൽനെസ്. നമ്മളുടെ വീട്, നമ്മൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റി, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, ഇതെല്ലാമാണ് നമ്മൾ എവിടെയെല്ലാം പോകുന്നു ആ ഒരു എൻവിയോൺമെന്റ്. അതെല്ലാം നല്ലതാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കും. ദാറ്റ് ഈസ് എൻവിയോൺമെന്റൽ വെൽനെസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻവിയോൺമെന്റ് എപ്പോഴും നമുക്ക് ആ ഒരു ആസ്പെക്റ്റും ഉണ്ട്. എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് വളരെ ഹൈജീൻ ആയിരിക്കണം, അല്ലെ. അവിടെ വേസ്റ്റ് വലിച്ചെറിയാൻ പാടില്ല,
അതുപോലെ ഇലക്ട്രോണിക് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്ത് അത് ഡിസ്പോസ് ചെയ്യണം, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന റീസൈക്കിൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഇതിന്റെ എൻവയോൺമെന്റ് വെൽനെസിന്റെ ഒരു ഭാഗമാണ്. എൻവയോൺമെന്റ് നന്നായി സൂക്ഷിക്കുക, അതും ഇതിന്റെ ഭാഗമാണ്. എൻവയോൺമെന്റൽ വെൽനസ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് അത് നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം. നമ്മളുടെ വീടായിരിക്കാം, വീടിന്റെ സറൗണ്ടിങ്സ് ആയിരിക്കാം, നമ്മുടെ വർക്ക് പ്ലേസ് ആയിരിക്കാം, അതുപോലെ വർക്ക് ചെയ്യുന്ന രീതികളായിരിക്കാം, നമ്മൾ പഠിക്കുവാണെങ്കിൽ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കാം. എന്തോ അത് കൂടാതെ നമ്മളുടെ എൻവയോൺമെന്റ് ഹൈജീൻ ആയിരിക്കണം. അവിടെ വേസ്റ്റ് കുന്നുകൂടി കിടക്കരുത്, അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, മ്യൂട്ട് ആവാത്തവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നെക്സ്റ്റ് എക്കണോമിക് വെൽനസ്. നമ്മളുടെ സാമ്പത്തിക സ്ഥിതി, ഗവൺമെന്റ് പല സ്ട്രാറ്റജീസ് കൊണ്ടുവരും. സാമ്പത്തിക വ്യതിയാനം, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ആളുകളുടെ ജീവിത നിലവാരം തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേഷൻ കാർഡ് പല പല കളറിലുണ്ടല്ലോ. അപ്പോൾ ഇൻകം അനുസരിച്ച് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻകമിനനുസരിച്ചുള്ള റേഷൻ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇൻകമിനനുസരിച്ച് എഡ്യൂക്കേഷനിൽ അങ്ങനെ പല വീട് വെച്ചു കൊടുക്കുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ എക്കണോമിക് ബാലൻസ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ പോകുന്നതാണ് എക്കണോമിക് വെൽനസ്. അതിന് വേണ്ടുന്ന ഗവൺമെന്റ് പോളിസീസും എല്ലാം വരുന്നുണ്ട്. പോപ്പുലേഷൻ വളരെ കൂടി വരുമ്പോൾ ചില ആളുകളുടെ എക്കണോമിക് ലെവൽ വളരെ താഴെയായിരിക്കും. അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പല പോളിസീസും സ്ട്രാറ്റജീസും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് എടുക്കും. ചില NGOസും അതിനു വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. നെക്സ്റ്റ് കൾച്ചറൽ വെൽനസ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ ആളുകൾക്കും ഓരോ ഡിഫറെന്റ് കൾച്ചറിലായിരിക്കും ജീവിക്കുന്നത്. ആ കൾച്ചർ ആ രീതിയിൽ ആ കൾച്ചറിൽ നമുക്ക് ചില വാല്യൂസ് കിട്ടുന്നു. ഇത് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാകാറില്ല ഈ കൾച്ചറൽ വെൽനസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രിയിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മെസ്സേജ് വരുന്നതാണ്, എന്റെ ശ്രദ്ധ മുഴുവൻ. ഡെമോക്രാറ്റിക് കൺട്രിയിലാണ്. അപ്പൊ കൾച്ചർ ഇപ്പോ കേരളത്തിലെ ഒരു കൾച്ചർ ആയിരിക്കില്ല തമിഴ്നാട്ടില്. അങ്ങനെ അങ്ങനെ ഓരോ ഏരിയ, കേരളത്തിൽ തന്നെ ചില വില്ലേജില് വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ ഉണ്ടാവുമായിരിക്കും. സോ ആ ഒരു കൾച്ചറൽ വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കൾച്ചറുമായിട്ട് ഇഴുകി അതുമായിട്ട് മേർജ് ചെയ്ത് പോവാൻ പറയുന്നതിന്റെ അതാണ് കൾച്ചറൽ വെൽനസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലൈമറ്റ് വെൽനസ്. ഇതിനെ പറ്റി ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു റിസർച്ച് പോലെ നടക്കുവാണ് ശരിക്കും ക്ലൈമറ്റ് വെൽനസ് എന്ന് പറയുന്നത്. ഇതൊരു ന്യൂ ഏരിയ ഓഫ് റിസർച്ച് ആണ് ഈ ക്ലൈമറ്റ് വെൽനസ്. കാരണം പലപ്പോഴും നമുക്കറിയാം ഭയങ്കര ചൂടാണ്. നമുക്ക് ചിലപ്പോൾ വീടിനകത്ത് തന്നെ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ചൂട്, കറണ്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മളുടെ ചിലപ്പോൾ ദേഷ്യം വരും അല്ലെ, ചൂട് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ നമുക്ക് അങ്ങനെ. അപ്പൊ അത് നമ്മളുടെ വെൽനസിനെ ബാധിക്കുന്ന എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ക്ലൈമറ്റ് വെൽനസ്. അതിനെ പറ്റിയുള്ള റിസർച്ചും കാര്യങ്ങളും. ഭയങ്കര മഴ പെയ്യുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, നമുക്ക് അത്യാവശ്യമായി പുറത്തു പോകണം, അപ്പോഴും നമ്മളുടെ വെൽനസിനെയാണ് ആ ക്ലൈമറ്റ് ബാധിക്കുന്നത്. അതേസമയം നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. രാത്രി കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ നമുക്ക് ചൂടും കൂടുതലില്ല തണുപ്പും കൂടുതലില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ നമ്മളുടെ വെൽനസിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ ഈ ക്ലൈമറ്റ് നമുക്ക് പറ്റാത്ത രീതിയിൽ മാറുമ്പോൾ നമ്മൾക്ക് അസുഖങ്ങളും വരാനും ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വെൽനസിന്റെ ഇത് വന്നത്. നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ഡയമെൻഷൻസ് ഓഫ് വെൽനസ് എന്ന് പറയുന്നത് ഫിസിക്കൽ വെൽനസ് പറഞ്ഞു, ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വെൽനസ്, സോഷ്യൽ വെൽനസ്, നെക്സ്റ്റ് ഓർ കോഗ്നിറ്റീവ് വെൽനസ്, നെക്സ്റ്റ് വൺ സ്പിരിച്വൽ വെൽനസ്, ഒക്കുപേഷണൽ വെൽനസ്, എൻവയോൺമെന്റൽ വെൽനസ്, എക്കണോമിക് വെൽനസ്, കൾച്ചറൽ വെൽനസ്, ക്ലൈമറ്റ് വെൽനസ്. ഓൾമോസ്റ്റ് യെസ്, ഈ ചാപ്റ്റർ നമുക്ക് കഴിഞ്ഞു. ഒരു യൂണിറ്റ് കഴിയുവാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഒന്ന് നോട്ട് ചെയ്യണേ, നെക്സ്റ്റ് ഡേ ആ യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
മിനിമം 5 ക്വസ്റ്റ്യൻസ് എങ്കിലും MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഉണ്ടാകും. അത് ഗൂഗിൾ ലിങ്ക് ഒരു ഫോം പോലെ ആയിരിക്കും. അതിൽ നിങ്ങൾ ആൻസർ സബ്മിറ്റ് ചെയ്യും. അപ്പൊ അതിനൊരു മാർക്ക് കിട്ടും. ഓക്കെ, അത് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴായിരിക്കും ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് വരുന്ന കുറേ ഇതൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ എന്റെ ഫോൺ നമ്പർ ഇട്ടേക്കാം. കുറേ പേര് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെൽനെസിന്റെ നോട്ട്സ്, ടൈപ്സ് ഓഫ് വെൽനെസ് ഒന്നുകൂടി പറയാമോ? ഞാനൊന്ന് പറഞ്ഞിരുന്നു, അത് ഓക്കെയാണോ? ഞാൻ നാളെ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. പിന്നെ വെൽനെസിന്റെ നോട്ട് ഷെയർ ചെയ്യുമോ? നമുക്ക് എല്ലാത്തിനും അങ്ങനെ നോട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഇത്തിരി പണിയുള്ള കാര്യമാണ്. എന്നാലും ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വരുന്ന നല്ല ഡീറ്റെയിൽസ് കിട്ടുന്ന ലിങ്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഗൂഗിൾ ലിങ്ക്, അതാകുമ്പോ അതിൽ പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഡീറ്റെയിൽസ് കിട്ടും. അതല്ലേ നല്ലത്? ഞാൻ ഇരുന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യാന്ന് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ. യെസ് മാം ഇപ്പൊ പറഞ്ഞ നോട്ട്സ് അത് നമ്മൾ പ്രിപ്പയർ ചെയ്താ പോലെ ഇപ്പൊ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയിട്ട്. മതി, അത് മതി. ലിങ്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഓരോന്നായിട്ട് പറയട്ടെ. ഹെഡിങ്സ് മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ എന്താണ് അതെന്നുള്ള ഡീറ്റെയിൽസും പഠിക്കണം. പിന്നെ ഞാൻ അതിന്റെ ഹെഡിങ് നാളെ തന്നേക്കാം. ക്ലാസ്സിൽ ലേറ്റ് ആയി ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. 2 ക്ലാസ് മിസ്സായിട്ടില്ല കേട്ടോ. ഓറിയന്റേഷൻ ക്ലാസ് ആണ് ആദ്യം, പിന്നെ ലാസ്റ്റ് ക്ലാസ് ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അന്ന് ഇതുപോലെ കുറെ ഡൗട്ട്സ് ആയിരുന്നു. അതുകൊണ്ട് 10-15 മിനിറ്റ്സേ ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. റെക്കോർഡ് ക്ലാസ് നോക്കിയാൽ അറിയാൻ പറ്റും. റെക്കോർഡിംഗ് ക്ലാസ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. നോട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് നോട്ട്ബുക്ക് യൂസ് ചെയ്യാം, ഡയറി യൂസ് ചെയ്യാം, ലൂസ് പേപ്പർ യൂസ് ചെയ്യാം. ലൂസ് പേപ്പർ ആണെങ്കിൽ ഫയൽ ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത് അത് മിസ് ആവാതെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന PDF ഉണ്ട്, അത് റെഫറൻസ് ആണ്. അത് പ്രിന്റ് എടുക്കാൻ പറ്റുന്നവർക്ക് പ്രിന്റ് എടുക്കാം, അല്ലാത്തവർ അത് വായിച്ച് മെയിൻ പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അഡീഷണൽ അതിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് വേറെ സോഴ്സസ് എന്തെങ്കിലും ബുക്കോ ഗൂഗിൾ ചെയ്തോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നു മനസ്സിലാകുന്ന കാര്യങ്ങളാണെങ്കിൽ അതും കൂടെ ചേർത്ത് നല്ലൊരു ഡേറ്റാബേസ് ആയിട്ട് ആ നോട്ട്ബുക്ക് സൂക്ഷിക്കുക. 8 മണിക്കൂർ ക്ലാസ് 2 മണിക്കൂർ ക്ലാസ്സിന്റെ കാര്യം ചോദിച്ചു. അത് നിങ്ങൾ ഓഫീസിൽ ചോദിക്കാവുന്ന ഒരു നമ്പറല്ലോ, അതിൽ ചോദിക്കാം. 1 hour ആണ് നമുക്ക് ക്ലാസ് പറഞ്ഞിരിക്കുന്നത്, ആഴ്ചയിൽ 5 ദിവസം. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6:30ക്ക് 2 ബാച്ചാണ്. പാരലലി വേറൊരു ബാച്ചും കൂടി ഉണ്ട്, അത് വേറെ ടീച്ചർ എടുക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. പിന്നെ 8 മണിക്ക് ഓൾറെഡി വേറെ ക്ലാസ് ഉണ്ട്, മോണ്ടിസോറി തന്നെ. പിന്നെ റെക്കോർഡ് ബുക്കിലല്ല ആക്ടിവിറ്റീസ് എഴുതുന്നത്. റെക്കോർഡ് ബുക്ക് നിങ്ങൾ ഈ ആഴ്ച വാങ്ങിച്ചാൽ മതി, 5 എണ്ണം വേണം. റെക്കോർഡ് ബുക്ക് വാങ്ങിച്ച് സൂക്ഷിക്കുക. നെക്സ്റ്റ് വീക്ക് തുടങ്ങിയ റെക്കോർഡ് ബുക്ക് എഴുതേണ്ടത് എങ്ങനെയാന്ന് പറയുള്ളൂ. ഇപ്പൊ പറയുന്ന ആക്ടിവിറ്റീസ് ഒന്നും റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടതല്ല. ഞാനത് കറക്റ്റ് ആയിട്ട് എന്തെല്ലാമാണ് റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടതെന്ന് പറയാം. പിന്നെ നമുക്ക് ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നുണ്ടാകാം. ചോദിച്ചോട്ടെ മാം, ഈ ലാസ്റ്റ് വൈവ പറഞ്ഞില്ലേ, അത് ഇംഗ്ലീഷിലായിരിക്കുമോ മാം വൈവ വരുന്നത്? ഫുൾ ഇംഗ്ലീഷ് തന്നെയല്ലേ? ഈ 10th പ്ലസ് 2 ഒക്കെ കഴിഞ്ഞവർക്ക് അതിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വരുമോ മാം? പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ മാം? എന്റെ സംശയം ചോദിച്ചു. ഒരിക്കലും ഇല്ല. നമുക്ക് മാക്സിമം നമുക്ക് ക്ലാസ്സിൽ രണ്ടും പറഞ്ഞു പോകാം. അതായത് മിക്സ് ലാംഗ്വേജ്, അതായത് മലയാളം ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്ത് പോകാൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കര കമ്പൽസറി ആയിരുന്നു. ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളായിരുന്നു. പക്ഷെ നമുക്ക് അതങ്ങനെ പോകാം. കാരണം വെച്ചാൽ നിങ്ങൾ CBSE സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമല്ലോ. അവിടെ ഇംഗ്ലീഷ് ആയിരിക്കില്ലേ? അവിടെ ഒരു CBSE സ്കൂളിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് 1 year ഇല്ലേ, ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കാം. അതിന് വേണ്ടുന്ന ചെറിയ വേർഡ് ആക്ടിവിറ്റി ആണ് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളെ പെയർ ആക്കിയിട്ട് ഞാൻ ക്ലാസ്സിൽ ചെയ്യിക്കും. അത് നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം. വീട്ടിലുള്ള ആൾക്കാർ പെയർ ആക്ടിവിറ്റി ഒക്കെ വരുന്നുണ്ട്, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു കോൺഫിഡന്റ് ആവും. അപ്പം എനിക്ക് പറ്റില്ലെന്ന് വിചാരിക്കരുത്. ഏത് ലാംഗ്വേജ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതൊന്നും ആർക്കും പറ്റില്ലായികയൊന്നുമില്ല. നമുക്കത് ചെയ്യാൻ പറ്റും. ഇതൊരു അവസരമാണ് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനേ. പിന്നെ വൈവ ഞങ്ങൾ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും വൈവ. പിന്നെ മാക്സിമം നമുക്ക് അതിനൊരു മോക്ക് വൈവ പോലെ നമുക്ക് ക്ലാസ് റൂമിൽ ചെയ്യാം. എന്നിട്ട് മെയിൻ വൈവയിലേക്ക് പോവാം. അതൊന്നും പേടിക്കണ്ട. മാം ആക്ടിവിറ്റീസ് എല്ലാം 1 by 1 ആയിട്ട് ഒന്നും കൂടി ഒന്ന് പറയുവോ? മാഡം നമ്മള് ഹലോ
ഹലോ, നമ്മൾ പറയൂ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഡൗട്ട്സ് ചോദിക്കണം. എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ തിരിച്ചു ഒന്നോടെ ചോദിക്കുമ്പോ അതിന് പറഞ്ഞുതരാം. അപ്പൊ അതിനെ എതിർക്കുന്ന എല്ലാവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല. അപ്പൊ അതുകൊണ്ട് അതിനെ എതിർക്കണം ശരിയല്ല മാഡം. അപ്പൊ നമ്മൾ ഒരേപോലെ എല്ലാരും ഒരേ രീതിയിലാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തരണ്ടേ? അതിന് ഒരാൾ അങ്ങനെ എതിർത്ത് പറയണത് ശരിയല്ല. കാരണം എല്ലാവരും ഒരുപോലെ ഈക്വൽ ആയിട്ടാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഞാനാണോ എതിർത്തേ? അല്ല മാഡം അല്ല. അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചതിന്റെ ഇടയിൽ അപ്പൊ തന്നെ ഒരു കമന്റ് വന്ന്. അപ്പൊ നമ്മള് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മാഡത്തിന് ഒരേ രീതിയിലെ സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അപ്പൊ അവരങ്ങനെ നമ്മളെ എതിർക്കണത് ശരിയല്ല. കാരണം നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് വിടാനാണ്. നമ്മളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്താണ് നന്നായിട്ട് എല്ലാവരും ഒന്നിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാനാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഡൗട്ട് ചോദിക്കുമ്പോൾ അയാളെ പ്രത്യേകിച്ച് വർത്താനം പറയുന്നത് ശരിയല്ല മാഡം. അല്ലെ മാഡം എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ന്യായല്ലേ എന്ന്? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞോട്ടെ. ഇത് ഓൺലൈൻ അല്ലേ, അപ്പൊ ഒരാള് പറയാൻ പോവാന്നുള്ളത് വേറൊരാൾക്ക് മനസ്സിലാവില്ലല്ലോ. ചിലപ്പം രണ്ടോ മൂന്നോ പേര് ഒരുമിച്ച് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരാൾ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ ഒരാളങ്ങ് ബാക്ക് ഔട്ട് ആവും. എനിക്ക് എല്ലാരെയും കാണാൻ പറ്റില്ല ആരാ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുന്നേന്നുള്ളത്. നിങ്ങൾ കുറേ പേരുണ്ട്. അപ്പൊ ചിലപ്പോ എനിക്ക് കാണാൻ പറ്റുമ്പോ ഞാൻ പേര് ഇതിനകത്ത് കാണുന്ന നിങ്ങളുടെ പേരാണെങ്കിൽ പേര് വിളിച്ച് പറഞ്ഞോളൂ, നെക്സ്റ്റ് അയാൾ പറഞ്ഞോളൂ എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയൂ, ചാറ്റ് ബോക്സിലെ മെസ്സേജിന് റിപ്ലൈ ചെയ്യുക. അപ്പൊ സജ്ജന തന്നെയാണോ പേര്? ആ കാണുന്ന തന്നെയാണോ പേര്? ആ സജ്ജനയുടെ ഡൗട്ട് എന്തായിരുന്നു? ഞാൻ മറ്റേ ഫസ്റ്റ് ആക്ടിവിറ്റിയിലെ ഓബ്ജക്ട്സ്, സറൗണ്ടിങ് ഓബ്ജക്ട്സിനെ കുറിച്ച് കമന്റ് വന്നത്. അപ്പൊ നമുക്ക് ക്ലിയർ അല്ലാത്ത അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് വരണം. എല്ലാരും ഒരുപോലെ കഴിവുള്ളവരായിരിക്കില്ല, പല കോഴ്സ് ചെയ്തു വന്നവരായിരിക്കും. അപ്പൊ അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നപ്പോ അതിന്റെ ഇടയ്ക്ക് ഒരു കുട്ടി കയറി വന്നിട്ട്, ടീച്ചറിന് ഒരു സ്റ്റുഡന്റ് കയറി വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് കമന്റ് ചെയ്ത് ഡൗട്ട് ഇങ്ങനെ ക്ലാസ് ചെയ്തെന്ന്. ഒരു വർഷത്തെ കോഴ്സാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അത് ക്ലിയർ ചെയ്യാൻ സമയമുണ്ട്. അപ്പൊ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അത് മനസ്സിലായി സംശയം ചോദിച്ചാൽ അതിന് ഉത്തരം എഴുതണമെങ്കിൽ അത് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാൻ പറ്റൂല. ഈ ക്ലാസ്സിൽ തന്നെ ചോദിച്ചാൽ അതിന് ഉത്തരം എഴുതി റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ സജ്ജന, ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നോ? ലാസ്റ്റ് ക്ലാസ് തേഴ്സ്ഡേ വ്യാഴാഴ്ച ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പൊ പറ്റിയില്ല എന്ന് പറഞ്ഞായിരുന്നു ഞാൻ. അപ്പൊ ആ മാഡം പറഞ്ഞു കുഴപ്പമില്ല, നെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ആ ക്ലാസ്സിൽ നിങ്ങളെ ക്ലാസ്സിലുള്ള എല്ലാരും കൂടെ ചേർന്നൊരു ഡിസിഷൻ എടുത്തിരുന്നു. എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു തീരുമാനമായിരുന്നു. ക്ലാസ് സ്റ്റാർട്ടിങ്ങിലും ഇടയ്ക്കും വെച്ച് നമുക്ക് ഡൗട്ട് ചോദിക്കേണ്ട, അവസാനം 10 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് വെക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അവർക്ക് അറിയില്ലല്ലോ സജന അറ്റൻഡ് ചെയ്തില്ല എന്നുള്ള വിവരം. മനസ്സിലായോ? അതായത് ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ് തുടങ്ങി ഹാഫ് ആൻ അവർ ഡൗട്ട് ക്ലിയറിംഗ് ആയിരുന്നു. കുട്ടികൾ പലരും എന്നോട് പറയുന്നുണ്ട്, മാം ക്ലാസ്സിന്റെ ടൈം പോകുന്നു, ക്ലാസ് എടുക്കുക, ലാസ്റ്റ് 10 മിനിറ്റ്സ് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാന്ന്. പക്ഷെ ഫസ്റ്റ് ഡേ ഞാൻ നിങ്ങളെല്ലാരും കൂടെ കണ്ടപ്പോൾ ഡൗട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് അത് പറയണോ ക്ലാസ് എടുക്കണോ, എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എല്ലാവർക്കും കൂടെ സ്വീകാര്യമായ രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് മാം ഒരു കാര്യം കൂടി കോമൺ ആയിട്ട് മാം പറഞ്ഞോളൂ. നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഓൾറെഡി ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇൻ കേസ് മിസ്സായാലും അതിനകത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ന്യൂ ജോയിനീസിനോട് അത് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തേക്കാം, അവർക്ക് അറിയില്ല. അതെ, നിങ്ങൾക്ക് ക്ലാസ് റൂം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് എനിക്ക് ആക്സസ് ഇല്ല. നിങ്ങൾ സ്റ്റുഡൻസിനും അവിടുത്തെ അതോറിറ്റിക്കും മാത്രമേ അതിന് ആക്സസ് ഉള്ളൂ. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ടീമിനെ ഏൽപ്പിക്കും. എന്തെല്ലാം മെസ്സേജസ് ആണ് നിങ്ങൾക്ക് ത്രൂ ക്ലാസ് റൂമിലൂടെ കൊടുക്കേണ്ടതെന്നുള്ള ഒരു ടീമിനെ ഏൽപ്പിക്കും. അവരത് അതിനകത്ത് ആക്ടിവിറ്റീസിനകത്ത് ഞാൻ തരുന്നതിനനുസരിച്ച് അവരെല്ലാ മെസ്സേജും നിങ്ങൾക്ക് തരും. ഓക്കെ, കറക്റ്റ് ആയിട്ട് ആ ടെക്നിക്കൽ ടീം അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് A തുടങ്ങി Z വരെയുള്ള ആൽഫബറ്റ്സിന്റെ ലെറ്റേഴ്സിന്റെ സ്റ്റാർട്ടിങ് വെച്ചിട്ട് വേർഡ്സ് ഉണ്ടാക്കണം. അതായത് A കൊണ്ട് 25 വേർഡ്സ്, ആപ്പിൾ, എയറോപ്ലെയിൻ, അങ്ങനെ 25 വേർഡ്സ്. പിന്നെ 25 മിനിമം ആണ്, മാക്സിമം എത്ര വേണമെങ്കിലും ആകാം. ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ആകെ 5 ലെറ്ററേ പറഞ്ഞുള്ളൂ, ABCDE. ഓരോരുത്തർക്ക് സമയം ഉണ്ടെങ്കിൽ Z വരെ കംപ്ലീറ്റ് ചെയ്യാം. ഓരോ ദിവസവും ഈ ഒരാഴ്ച മുഴുവനും ഓരോ ദിവസവും 5 ലെറ്ററിന്റെ വേർഡ്സ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ Z വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞത് നമ്മളുടെ വീടിനകത്തും പുറത്തുമുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ, വീട്ടിലെ നമ്മളുടെ ഫർണിച്ചർ, ഫ്ലവർ വേസ് ഉണ്ടെങ്കിൽ അത്, TV അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീടിനകത്തും
പിന്നെ പുറത്ത് ചെടികളുണ്ട്, മരങ്ങളുണ്ട്, പല പല സാധനം, ഗേറ്റ് ഉണ്ട്, മതിലുണ്ട് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒബ്ജക്ട്സ് എല്ലാം നോക്കി എല്ലാം ഒന്ന് ടച്ച് ചെയ്യാന്ന് പറയുന്നത് അത് നമ്മളുടെ ഉള്ളിലേക്ക് നമുക്ക് ഓർമ്മയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് വേർഡ് നമ്മളുടെ ബുക്കിൽ എഴുതി വെക്കുക. നമ്മൾ നോട്ട്ബുക്ക് ആണെങ്കിൽ നോട്ട്ബുക്ക്, ഡയറി ആണെങ്കിൽ ഡയറി, ഫയൽ ആണെങ്കിൽ ഫയലിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, ഈ 2 ആക്ടിവിറ്റി പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? പിന്നെ ഇന്ന് പറഞ്ഞതാണോ പിന്നെയുള്ളത്? പിന്നെ ഹെൽത്തിനെ, നമ്മുടെ ആരോഗ്യത്തിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്. ഹെൽത്ത് ഈസ് വെൽത്ത്, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഫ്രേസസ് ഉണ്ടല്ലോ. ഒബ്ജക്ട് നെയിംസ് ആണ്, സാധനങ്ങളുടെ പേരുകൾ. തസ്രീഫ എന്തോ ചോദിച്ചു, അപ്പൊ സാധനങ്ങളുടെ പേരാണ് എഴുതുന്നത്. അങ്ങനെ ഫ്രേസസ് അത് കളക്ട് ചെയ്യുക. പിന്നെ പറഞ്ഞ ആക്ടിവിറ്റി 10 പേരുടെ അടുത്ത് എന്താണ് ആരോഗ്യം, വാട്ട് ഈസ് മെൻ ബൈ ഹെൽത്ത് ചോദിക്കുക. അതിനെ റിലേറ്റ് ചെയ്ത കിട്ടിയ റെസ്പോൺസ് റിലേറ്റ് ചെയ്ത് ഹെൽത്തിനൊരു ഡെഫിനേഷൻ എഴുതുക. പിന്നെ അവരോട് തന്നെ ചോദിക്കുക ഹെൽത്തി ആയിരിക്കാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് അവരോട് തന്നെ ചോദിക്കുക. അതും ഒരു പാരഗ്രാഫായിട്ടോ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടോ നിങ്ങൾക്ക് എഴുതാം. പലരും പല ആൻസർ ആയിരിക്കും പറയുന്നത്. ഞാൻ രാവിലെ നടക്കാൻ പോകുന്നു, ഞാൻ വൈകിട്ട് ഇത്ര മണിക്കൂർ നടക്കും, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കും, കറക്റ്റ് സമയത്ത് ഉറങ്ങും. അങ്ങനെ പല പല ആൻസറും നിങ്ങൾക്ക് 10 പേരിൽ നിന്നും കിട്ടും. അത് പല ഏജിൽ നിന്നുള്ളവരോട് ചോദിക്കുവാണെങ്കിൽ നല്ലൊരു റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതായിരുന്നു ഒരു ആക്ടിവിറ്റി പറഞ്ഞത്. ഈ ലാസ്റ്റ് പറഞ്ഞത്, അതായത് 10 പേരെ കണ്ട് ഈ 2 ചോദ്യങ്ങൾ 2 ആക്ടിവിറ്റി ആക്കി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നാളെ ഞാൻ ക്ലാസ് റൂമിലേക്ക് മെസ്സേജ് ഇടുന്നവരുടെ അടുത്ത് കൊടുക്കും. ഇത് സബ്മിറ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അതിനകത്ത് കൊടുക്കും. അതിനനുസരിച്ച് ഓക്കെ, ക്ലിയർ ആയോ ഇപ്പോ? പിന്നെയുള്ളതെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും പ്രെയർ സോങ് പ്രിപ്പയർ ചെയ്യണം. തീം സോങ് ആരോ എനിക്കത് ഓർപ്പിച്ചോണ്ട് മെസ്സേജ് അയച്ചു, താങ്ക് യു. അപ്പൊ പ്രെയർ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നത്തിങ് റിലീജിയസ്. ഇന്ന് തുടങ്ങിയപ്പോ ഒരു പ്രെയർ ആരോ പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഞാൻ ചെയ്ത പ്രെയറിന്റെ ലൈൻസ് അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സബ്മിഷൻ ഓക്കെ, ഇംഗ്ലീഷിലാണ്. മിനിമം 6 ലൈൻസ്. ഓക്കെ, മാക്സിമം ഒരു 12 വരെയൊക്കെ മതി. മിനിമം 6 ലൈൻസ് എങ്കിലും വേണം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. ഭയങ്കര ഗ്രാമറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, ഇത് തീം സോങ്ങിന് നിങ്ങൾക്ക് 1 month ടൈം ഉണ്ട്. തീം സോങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിലെ ഫ്രണ്ട്സിനെ മനസ്സിലാക്കുന്നു, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുന്നു. അത് വെച്ചിട്ട് വേണം നിങ്ങൾ തീം സോങ് എഴുതാൻ. തീം സോങ് എഴുതേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ കാര്യങ്ങള്. സോ ഞാൻ ലീവ് ചെയ്തോട്ടെ, വേറെ ഒന്നുമില്ല. എനിക്ക് 8 മണിക്ക് ക്ലാസ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് മോള് ഹോസ്റ്റലിൽ നിന്ന് വിളിക്കും, മോള് വന്നോണ്ടേ ഇരിക്കുക. അപ്പൊ ഞാൻ ലീവ് ചെയ്തോട്ടെ. സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡൗട്ട് ചോദിച്ചു. ഈ പ്രയർ സോങ്ങും തീം സോങ്ങും രണ്ടായിട്ടാണ് എഴുതേണ്ടത്. തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പൊ ഇലക്ഷൻ ഒക്കെ വന്നപ്പം ഓരോ പാർട്ടിക്കാരും അവരുടെ പാർട്ടിയെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സോങ് ഒക്കെ ഉണ്ടാക്കിയില്ലേ, അത് അവരുടെ തീം സോങ് ആണല്ലോ. അതുപോലെ നമ്മുടെ കോഴ്സ് മോണ്ടിസോറി, അതുപോലെ നമ്മളുടെ ഫ്രണ്ട്സ്, ക്ലാസ് റൂമിലെ ഫ്രണ്ട്സ്, നമ്മുടെ ടീച്ചർ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഒരു തീം സോങ്. അതാണ് 1 month. പരിചയപ്പെടേണ്ട സമയം വേണമല്ലോ, 1 monthനുള്ളിൽ മതി. ഓക്കെ, മിസ്റ്റർ ഒരു ഡൗട്ട് കൂടി. യെസ് മാം, നമ്മൾ ഈ 10 പേരെ നമ്മള് ചോദിച്ച് ഇതിന്റെ ഒരു കൺക്ലൂഷൻ എഴുതണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളത് അതിന്റെ ആ കൺക്ലൂഷൻ മാത്രം പോയിന്റ് ഔട്ട് ഇത് എഴുതിയാൽ മതിയോ, അതോ ഇവരോട് ചോദിച്ചത് ഇത്ര ഏജിലുള്ളവരോട് ചോദിച്ചു അവരായിട്ടുള്ള കോൺവെർസേഷൻ എഴുതണം? ഒന്നും വേണ്ട. നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള, എന്താണോ അവര് പറഞ്ഞത് അതിൽ നിന്ന് നമ്മളങ്ങ് ഫിൽട്ടർ ചെയ്യുക. നല്ല ഭംഗിയായിട്ട് ഒരു പാരഗ്രാഫ് എഴുതാം ഹെൽത്ത്. അപ്പൊ അതെന്നാ മാം സബ്മിറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഈ 10 ഇൻഡിവിജ്വൽസിന്റെ? അതിന് ടൈം ഉണ്ടോ? സാറ് ടൈം തരും. സാറാണ് അത് സഫിഷ്യന്റ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 days 1 week ഒക്കെ സമയം തരും. എത്രയും പെട്ടെന്ന് ചെയ്യാം, സമയം നോക്കിയിരിക്കണ്ട. എല്ലാം റെക്കോർഡഡ് ബുക്കിലാണോ അതോ A4 ഷീറ്റിലാണ് എഴുതേണ്ടത്? റെക്കോർഡ് ബുക്കിനെ പറ്റി ഇപ്പൊ ചിന്തിക്കേണ്ട, വാങ്ങിച്ചു വെക്കുക. നെക്സ്റ്റ് വീക്കിലാണ് റെക്കോർഡ് ബുക്ക്. മറ്റേത് നോട്ട്ബുക്ക് A4 എഴുതുവാണെങ്കിൽ ആവും. ഞാൻ ഇന്ന് ജോയിൻ ചെയ്തോളൂ, അതാണ് മിസ് ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്നത്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം.
താങ്ക് യു മാം. മാം ഫോൺ നമ്പർ എന്നിട്ടേക്കണേ മാം. നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്നിടണോ? ഒന്നുകൂടെ ഇടണം. മാം ഒന്നുകൂടെ ഇട്ടേക്കണേ, കേസ് കാണാൻ പറ്റിയില്ല. 7440 കഴിഞ്ഞ് എത്ര ആയിരുന്നു? 9447404629. 40